മിസ് വന്നില്ല തോന്നണല്ലേ. നാളെ നോമ്പല്ലല്ലോ. അപ്പൊ എന്തായാലും ഉണ്ടാവൂലേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. മറ്റന്നാ നോമ്പായിട്ട് അന്ന് 3 പേരുള്ളത്. എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങള്? എവിടെ എത്തി ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ? ഞാൻ സ്റ്റെക്ക് ആണോ? വൈറസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നുന്നു, കൈയൊക്കെ കാണിക്കുന്നുണ്ട്. മനാലി സ്റ്റാർട്ട് ചെയ്തോ? ഫർസാന എങ്ങനെ പോണു? പറയൂ. 4 പേരുള്ളൂ, ആകെ ഞാനും നിങ്ങളും ഉള്ളൂ. അപ്പൊ ഒന്ന് എല്ലാരും ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചേ. നീ കേൾക്കുന്നില്ലേ? ഇങ്ങനെ ഓഡിബിൾ അല്ലേ? ആ, കേൾക്കാം. ആ, നിങ്ങൾ ഉണ്ടാഞ്ഞിട്ടല്ലേ. എങ്ങനെ പോണു നിങ്ങളെ ഇന്റേൺഷിപ്പ് ഒക്കെ? കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്ലിനിക്കിലും ക്ലാസ്സിലും പോകുന്നുണ്ട്, രണ്ടിലും പോകുന്നുണ്ട്. 3 ദിവസം. രണ്ടും. ആ, 3 ദിവസം സ്കൂളിലും 3 ദിവസം ആ, ക്ലിനിക്കിലും അങ്ങനെയാ പോകുന്നത്. സ്കൂളിൽ എത്ര കുട്ടികളെ കിട്ടി? 18 19 കുട്ടികൾ അത്ര ഒരുമിച്ചൊരു കുട്ടികളെ ക്ലാസ്. മാനേജ് ചെയ്യണോ? ആ ഒരു ക്ലാസ് മാനേജ് ചെയ്യണോ? ഒരു ക്ലാസ് മൊത്തം വലിയ പിള്ളേരാ, നല്ല പാടാ. യാ അല്ലാ. ഫൈറൂസിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ, ഷഫ്നിയുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ആ, ഇതാക്കുന്നത്. ഓക്കെ. എല്ലാം എൽ ഡി തന്നെയാണോ? നിങ്ങൾ ആ എസ് എസ് ചെയ്തോ? ആ ഏകദേശം ഒരു കുട്ടി നല്ല പക്ക എൽ ഡിയാ. മറ്റേത് ഏകദേശം ചിലർക്ക് ബേസിന്റെ പ്രശ്നം, ചിലർക്ക് എൽ ഡിന്റെ തന്നെ പ്രശ്നം, അങ്ങനെയൊക്കെ തന്നെയാ. മാറുന്ന എല്ലാവർക്കും മാറുന്ന ലെറ്റേഴ്സ് ഒക്കെ ഇന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നാളേക്കൊക്കെ മറക്കുക, മാറി പോവുക. ഓക്കെ, ഓക്കെ, ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 5 കുട്ടികളെ നിങ്ങളെ കേസ് ആക്കി എടുത്താൽ മതി. എല്ലാവർക്കും നിങ്ങൾ ചെറിയ ചെറിയ ബേസും ക്ലാസ്സും ഒക്കെ കൊടുത്തോ. ആ പക്ഷെ 5 കുട്ടികളുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്താൽ മതി കേട്ടോ. ആ ഓക്കെ.
കേസാക്കി കുറച്ച് സ്പെസിഫിക് ആയിട്ട് അവരോടൊന്ന് എല്ലാ വേറിട്ട് കാണണമെന്നല്ല, അവരൊന്ന് അടുത്തറിഞ്ഞിട്ട് അവരെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക. പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ നമ്മുടെ ആ കേസിലുള്ള ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്ന രൂപത്തിൽ പാരന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഷഫ്നയും ഫൈറൂസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഈ സ്റ്റുഡൻസിന്റെ പാരന്റ്സിനെ പറ്റുകയാണെങ്കിൽ ഒന്ന് വിളിക്കാം. എന്നിട്ട് ഈ ഇല്ല, നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ച്, അപ്പം അവരൊന്നും വില്ലിങ് അല്ല ഒന്നിനും. അവരെ കുറെ നോക്കിയാ അത്രേ ബിഹേവിയറിൽ ഓ കൊടുക്കാനും അങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ. ചില കുട്ടികൾക്കൊന്നും എന്താ ഉമ്മമാരില്ല, പല ട്രോമാസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ മിക്സഡ് കല്യാണം അങ്ങനെയൊക്കെ ഉള്ളവരാവും അല്ലെ? അതെ അതെ, ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഒരു കുട്ടി. അപ്പൊ നമ്മൾ ആകെ ഷോക്കായി പോയി. ഞാൻ എന്തിനാ പഠിച്ചിട്ട് അങ്ങനെയാ ചോദിക്കുന്നത് നമ്മളടുത്ത്. ഫാമിലി സ്റ്റേറ്റസ് വളരെ കുറഞ്ഞ ആളുകളാവും അല്ലെ? ആ ലോ അതെ. ലെവലിൽ നിൽക്കുന്ന. ഉം, ഉം. നിങ്ങൾ ആ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് എങ്കിലും കൊടുക്കണേ, എന്തെങ്കിലുമൊക്കെ ആ ആയി തീരും എന്നുള്ള രൂപത്തില്. ആ രണ്ടുപേരും കൂടെ ആണെങ്കിൽ കുറെ ഗെയിംസ് ഒക്കെ അവർക്ക് കൊടുക്കണം കേട്ടോ, ആ ആ. ആക്ടിവിറ്റീസിലൊക്കെ. അതെ അതെ, അവർക്ക് ആക്ടിവിറ്റീസും ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്നേ തോന്നുന്നത് എല്ലാരും കൂടെ. നിങ്ങൾ എന്താന്നോ, നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് വലിയ റിസൾട്ട് ഒന്നും അവരിൽ ഉണ്ടാക്കാൻ പറ്റൂല. നിങ്ങൾ ഉണ്ടാക്കി ആ കഴിഞ്ഞാൽ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ പാരന്റ്സ് കൊടുക്കൂല. ആ, അപ്പൊ അതെ. നിങ്ങൾ അവരിൽ ഒരു പഠിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂ ഉണ്ട് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി, ഒന്ന് ശരിയാക്കിയാൽ മതി. പറ്റും, ഹെൽപ്പ് ഉം, തേടിയാൽ എന്നുള്ള രൂപത്തിൽ. ഉം, ഉം. മനാലി പോയി തുടങ്ങിയോ? പോയി തുടങ്ങിയിട്ടില്ല. ബുധനാഴ്ച വ്യാഴാഴ്ച തുടങ്ങി പോണം. അവരടുത്ത് ചോദിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞത്. അത് ഞാൻ ഈ മൺഡേ തുടങ്ങി പോവാന്നാ വിചാരിച്ചത്. പക്ഷെ ഫാദർ മദർ ഒമാനി പോണ കാരണം അവിടെ പെട്ടുപോയി. ആ. അപ്പൊ പിന്നെ അവരടുത്ത് ചോദിച്ചപ്പോ അടുത്ത മാസം ഏതായാലും ലാസ്റ്റ് വരെ, ഏകദേശം 20-ാം തീയതി വരെയൊക്കെ ക്ലാസ് ഉണ്ടാവും. ഉം. 10th ഇല്ലാത്ത സ്കൂളാണേ. ആ, ഓക്കെ ഓക്കെ. അപ്പൊ മോഡൽ എക്സാമും പബ്ലിക്കും ഒന്നും അവിടെ പ്രശ്നമില്ലല്ലോ അല്ലെ? അതൊന്നും അവിടെ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് വൈകിയാലും പ്രോബ്ലം ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ഏകദേശം ഒരു പെരുന്നാളോടൊക്കെ കഴിഞ്ഞിട്ടേ ഒക്കെ അടയ്ക്കുള്ളൂ. ചിലപ്പോ പെരുന്നാളിന് മുമ്പായിട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ ഓക്കെ. അതുകൊണ്ടാ പിന്നെ സ്റ്റാർട്ട് ചെയ്തോണ്ടോ? ഷാനയ്ക്ക് പിന്നെ അവിടെ ക്ലയൻസ് ഉണ്ടല്ലോ അല്ലെ ക്ലിനിക്കില്? ഷാനയ്ക്ക്, ഷാന പോയാ? ഓക്കെ. 3-4 ദിവസം. നമുക്ക് എന്തായാലും ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. അന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ADHD കേട്ടോ. നിങ്ങൾ ആരും ക്യാമറ ഓൺ ചെയ്തിരുന്നില്ല? തിരക്കിലാണോ എല്ലാരും? ഞാനും തിരക്കില മക്കളെ. എന്നെ റൂമിൽ നിന്ന് വരെ പുറത്താക്കി. ഞാനൊരു കോർണർ സ്പേസിലാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങളത് ക്യാമറ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്ലാസ് എടുത്ത് പോകാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ADHD യെ കുറിച്ചാണ് പറയുന്നത് കേട്ടാ. നിങ്ങളിപ്പോ ക്ലാസ്സിൽ എടുക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ റിഹാബ് സെന്ററിലൊക്കെ പോകുമ്പോൾ ADHD കുട്ടികളെ കാണുന്നുണ്ടാവും. പൊതുവെ ഒരു ധാരണയുണ്ട്, കുറച്ച് വികൃതിയായി കുറച്ച് പൊട്ടിപ്പൊരിഞ്ഞ് നടക്കുന്നതെല്ലാം ADHD ആന്നുള്ളത്. അതായത് പല പാരന്റ്സും പല ടീച്ചേഴ്സും പറയും അത് ഹൈപ്പറാണ്, ആ കുട്ടി ഹൈപ്പറാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരാളെ ഹൈപ്പർ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ADHD ആണ്, അറ്റൻഷൻ ഇഷ്യൂ ആണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം, എന്താണ് ADHD എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയ ADHD എന്തൊക്കെയാ? ADHDയിൽ എന്തൊക്കെ കാണും? കുട്ടികൾ അടങ്ങിയിരിക്കൂലല്ലോ. അടങ്ങിയിരിക്കൂല. ഫൈറൂസ് എന്തോ പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്യണം, മ്യൂട്ടാണ്. പിന്നെ പൊട്ടിപ്പൊരിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കും. ഒരു പൊട്ടി പൊരിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കും. പിന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അറ്റൻഷൻ കുറവായിരിക്കും. അറ്റൻഷൻ കുറവായിരിക്കും. പിന്നെയാ അവർക്ക് ശ്രദ്ധ കുറവായിരിക്കും. എന്താണ് നമ്മൾ ഐ കോണ്ടാക്ട് തരാൻ പ്രയാസമായിരിക്കുമോ ഇങ്ങനെ ADHD ഉള്ള കുട്ടികള്? ഐ കോണ്ടാക്ട് ഇഷ്യൂ ഉണ്ടാവില്ല, അത് ASD ഓട്ടിസത്തിലാണ് ഉണ്ടാവുക. പക്ഷെ ആ ആ. ശ്രദ്ധ കുറവായിരിക്കും, അവർ വേറെ ഏതെങ്കിലും ലോകത്താവും പലപ്പോഴും. ഉം, ഓക്കെ, ഉം. നമുക്ക് ADHD നിങ്ങള് പൊട്ടിപ്പൊരി എന്ന് പറയുമ്പോ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ADHD-ക്കാരും ഉണ്ട് കേട്ടോ. പൊതുവെ പെൺകുട്ടികളിലൊക്കെ കാണുന്ന ADHD-യുടെ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഒതുക്കമുള്ളതാണ്. അവർക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ഒരു ക്ലാസ്സിലൊന്നും കേൾക്കൂല, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്തൊക്കെയാണ്.
അപ്പൊ ADHD എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ക്രീന് കാണുന്നുണ്ടല്ലോ, PPT ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ PPTയിൽ ഉള്ളതിനേക്കാൾ വൃത്തിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് സെക്കൻഡ് പേപ്പർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവാം. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഈ ഒരു പേര് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവാം, ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവാം. രണ്ടും ഒരുമിച്ചുണ്ട് എന്നല്ല, ചിലപ്പോൾ രണ്ടും ഒരുമിച്ചുണ്ടാവും, അല്ലെങ്കിൽ അറ്റൻഷൻ ഇല്ലാത്തവരുണ്ടാവാം, നിങ്ങൾ പറഞ്ഞ മാതിരി പൊട്ടിപ്പൊരിഞ്ഞ് ഹൈപ്പർ ആയിട്ടുള്ള ആളുകളും ഉണ്ടാവാം. ADHD ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ന്യൂറോ ഡെവലപ്മെന്റ് ഞാൻ തുടക്കം മുതൽ നിങ്ങളോട് പറയാറുണ്ട്, ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറും കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ADHD ഉള്ള ഒരു വ്യക്തിനെ കംപ്ലീറ്റ് ADHD മാറി നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ ഹൈലി മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. കാരണം അവരുടെ ബ്രെയിനിലെ ന്യൂറോൺസിന്റെ എവിടേക്കോ ഉള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ദാറ്റ് അഫക്ട് ഹൗ ദ ബ്രെയിൻ ഡെവലപ്സ് ആൻഡ് ഫങ്ഷൻസ്. അതായത് ഈ കണ്ടീഷൻസ് മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്തിനൊക്കെയെന്ന് വെച്ചാൽ ഫങ്ഷൻ ചെയ്യുന്നതിന്, അതായത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന്, അതുപോലെ അറ്റൻഷൻ റെഗുലേഷന്, ശ്രദ്ധിക്കുന്ന അറ്റൻഷന്റെ കാര്യത്തിൽ, അതുപോലെ ഇമ്പൾസ് കൺട്രോൾ. ഇമ്പൾസ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്, മുന്നും പിന്നും നോക്കാതെ ചെയ്യാന്ന് പറയില്ലേ, ഒരു കോൺസിക്വൻസ് നോക്കാതെ എടുത്തു ചാടുന്ന ആൻഡ് ആക്ടിവിറ്റി ലെവൽസ്. അപ്പൊ ഇത്രയും ലെവലിനെ, അറ്റൻഷനെ, നമ്മുടെ ഡെയിലി ഫങ്ഷനെ, ഇമ്പൾസ് കൺട്രോളിനെ, ആക്ടിവിറ്റി ലെവൽസിനെ, ഇതിനെല്ലാം അഫക്ട് ചെയ്യുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ADHD എന്ന് പറഞ്ഞത്. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ADHD ഉള്ള കുട്ടിക്ക് 12 വയസ്സിനുള്ളിൽ തീർച്ചയായിട്ടും അതിന്റെ സിംറ്റംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എങ്ങനെയായാലും 4 വയസ്സ്, പൊതുവെ ഒരു 3-4 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് കുറച്ച് ഇമ്പൾസീവ് ആയിട്ട്, അവർക്ക് മുന്നും പിന്നും ഒന്നും നോക്കാതെ പ്രവർത്തിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, കളി കളി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രായത്തിൽ പൊതുവെ എല്ലാവരും കുറച്ച് ഹൈപ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ, എന്നാലും സ്പെസിഫിക് ഡയഗ്നോസിലേക്ക് ചിലപ്പോൾ എത്താൻ കഴിയൂല. പക്ഷെ ഒരു 5-6 വയസ്സാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4:30, ആ സ്കൂളിൽ പോയി ടൈം 3:30-4:30 ആവുമ്പോൾ തന്നെ എല്ലാരെ പോലെ അല്ലാത്ത ഒരു ചെറിയ വ്യത്യാസങ്ങൾ അവരിൽ കാണുമ്പോഴാണ് പൊതുവെ ഇത് അസസ്മെന്റ് നടത്താറ്, അതായത് ഡയഗ്നോസ് ചെയ്യാറ്. പൊതുവെ ADHD കുറിച്ച് ടീച്ചേഴ്സ്, പാരന്റ്സ്, പൊതുവെ ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കുക. കാരണം എല്ലാ പാരന്റ്സിനും അവനവന്റെ കുട്ടികൾ നല്ല വികൃതിയാണ്, അല്ലെങ്കിൽ എനർജിയാണ്, ഉഷാറാന്നൊക്കെ പലപ്പോഴും മനസ്സിലാക്കുള്ളൂ. പക്ഷെ അതേപോലെയുള്ള കുറെ കുട്ടികളെ ഇടയ്ക്ക് സ്കൂളിലേക്കൊക്കെ വിടുമ്പോഴാണ് എല്ലാ കുട്ടികളെ പോലെ ബെഞ്ചിലിരിക്കാൻ എന്റെ കുട്ടിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും പോലെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ടീച്ചേഴ്സ് പറയുമ്പോഴാണ് ഒരുവിധം പാരന്റ്സ് ഒക്കെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ADHD ആണോ എന്ന് ഡൗട്ട് അടിക്കാറ് കേട്ടോ. അപ്പോ ഇത് ഒരുപാട് പേർക്കുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണോ, ഇത് ഒരുപാട് ഡൊമൈൻസിനെ ബാധിക്കും. അതായത് ADHD ഉള്ള കുട്ടിക്ക് ADHD എന്ന് പറഞ്ഞാൽ തന്നെ അറ്റൻഷനെ ബാധിക്കുന്നുണ്ടാവും, അതിന്റെ ഇമ്പൾസ് കൺട്രോളിന്, അതായത് അതിന്റെ പ്രവൃത്തികളെ ബാധിക്കുന്നുണ്ടാവും. ഈ 2 സാധനങ്ങളും തീർച്ചയായിട്ടും അവരെ അക്കാദമിക് പെർഫോമൻസിനെ ബാധിക്കും. എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ട് ചിലപ്പോൾ ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച്, നല്ല കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് അറ്റൻഷൻ കൂടുതൽ കിട്ടൂല. പൊതുവെ ADHD ഒക്കെ ഉള്ള കുട്ടികൾക്ക് ADD, അതിന്റെ അറ്റൻഷൻ കുറവുള്ള കുട്ടികൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർക്ക് അറ്റൻഷൻ പോകും. നിങ്ങൾ ഇപ്പൊ ക്ലാസ് പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നാവോ, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാല് കുട്ടികൾ ക്ലാസ് ബെഞ്ചിൽ നിന്ന് എണീക്കും, എന്നിട്ട് ഒന്ന് ചിലപ്പോ ബാക്കിക്ക് തിരിയും, ഒന്ന് റൗണ്ട് ചെയ്ത് വരും. അപ്പൊ നമ്മൾ അവരെ ഷൗട്ട് ചെയ്യാറുണ്ട്, ഇരിക്കടാ ഇരിക്കടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് അറ്റൻഷൻ തിരിച്ചു കിട്ടണമെങ്കിൽ അവർ എണീറ്റേ മതിയാവുള്ളൂ. എണീറ്റിട്ട് ചിലപ്പോ ഒന്ന് റൗണ്ട് ചെയ്താൽ പിന്നെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പൊ നമ്മള് ആസ് എ ടീച്ചർ, നമുക്ക് അല്ലെങ്കിൽ ആസ് എ റെമഡിയൽ ട്രെയിനർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനെ അനുവദിച്ചു കൊടുക്കുക. അതിപ്പോ ശരിക്കും നീ ഒന്ന് റൗണ്ട് അടിച്ചു പോവാന്ന് പറയുന്നതിന് പകരം, അങ്ങനെയുള്ള ADHD കുട്ടികളാണ് ക്ലാസ് റൂമിൽ ബെഞ്ചിലൊന്നും ഇരിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവരൊന്ന് പുറത്ത് വിടാൻ, ഒന്ന് പൊതുവെ നമ്മൾ ടീച്ചേഴ്സിനൊക്കെ പറയല് അപ്പുറത്തെ ക്ലാസ് റൂമിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ നിന്നോ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കാനോ അങ്ങോട്ട് എടുക്കാനൊക്കെ ഈ കുട്ടീനെ അസൈൻ ചെയ്യാനാ പറയാറ്. അതെന്താന്ന് വെച്ചാൽ ആ കുട്ടി ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ അറ്റൻറ്റീവ് ആയിരിക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ എത്ര ഇരുത്തിയാലും അവിടെ ഇരിക്കാൻ കഴിയൂല. അപ്പൊ അവരെ അക്കാദമിക് പെർഫോമൻസിനെ ഇത് ബാധിക്കും. അതേപോലെ തന്നെ അപ്പൊ അവരുടെ പ്രൊഡക്ടിവിറ്റി, വർക്ക് പ്ലേസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കുറച്ച് വലിയ ആൾക്കാർക്കൊക്കെ കേട്ടോ പറയുന്നത്, എന്നാലും കുട്ടികൾക്കായാലും അവരുടെ സ്റ്റഡീസിനെ ബാധിക്കും, അതുപോലെ റിലേഷൻഷിപ്പിനെ ബാധിക്കും.
പൊതുവെ ഇങ്ങനെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള കുട്ടികള് ഇമ്പൾസീവ് കൂടെ ആണെങ്കിൽ ലാബിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും സ്കൂളിലൊക്കെ വികൃതി എന്നുള്ള. അതായത് ടീച്ചേഴ്സിന് ആദ്യം വിളിക്കാൻ പറ്റുന്ന പേര് ഈ കുട്ടിയുടെ ആയിരിക്കും. അപ്പൊ എല്ലാരും വിളിച്ച് വിളിച്ച് ഒരു ലാബിൽ ചെയ്തുകൊണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ ഈ കുട്ടിക്ക് കുറയും. കാരണം ഫ്രണ്ട്സുകളൊക്കെ മാറ്റി നിർത്തും. അതോടുകൂടി കുട്ടിക്ക് സെൽഫ് എസ്റ്റീം കുറയും, കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ് ഞാൻ മോശം കുട്ടിയെ അങ്ങനെ ആവുന്ന ADHD കുട്ടികളാണ് ക്ലാസ് റൂമിൽ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യാറ്. ചില ടീച്ചേഴ്സ് പറയും എന്നും അടിയാണ്, അല്ലെങ്കിൽ പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വെറുതെ തല്ലുകൂടുകയാണ് എന്നൊക്കെ. ഈ ADHD പെട്ടത് തന്നെ അങ്ങനെ പോവാനുള്ള കാരണം എന്താന്ന് വെച്ചാല് അവരെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ അവരെങ്ങനെ ലാബിൽ ചെയ്ത് എപ്പോഴും എനിക്കറിയാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇപ്പൊ എന്റെ മോനൊക്കെ KG-യിലായിരുന്നു. അപ്പൊ ടീച്ചർക്ക് ആദ്യം വിളിക്കേണ്ട പേര് അവനായിരുന്നു. കാരണം ടീച്ചേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മക്കൾ ഒതുങ്ങിയിരിക്കാത്തതുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന മക്കളെ ശ്രദ്ധയും കൂടെ മാറും. അപ്പൊ ആദ്യം വന്നിട്ട് നമ്മളെ കുട്ടിയുടെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ കുട്ടി ഒരു പ്രശ്നക്കാരനായി മാറും. അപ്പൊ സ്ഥിരമായിട്ട് അതിങ്ങനെ ലാബിൽ ചെയ്ത് പോകുമ്പോൾ ആ കുട്ടിയുടെ കോൺഫിഡൻസ് കുറയും. ഓക്കെ, ഇനി ഞാന് ഇതിന്റെ സിംറ്റംസ് 3 തരത്തിലുണ്ട്. അതെന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഒന്ന് ഇനറ്റൻഷൻ, 3 ലെവലിലാണ്. ഒന്ന് ഇനറ്റൻഷൻ ആണ് ഇതിന്റെ മെയിൻ സിംറ്റംസ്. ഇനറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ കുറവ്. ഈ അറ്റൻഷൻ കുറവ് എന്ന് പറയുന്നത് ഒരുപാട് തലത്തില് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമേ അവർക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. പിന്നെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അവര് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ചെറിയ കാര്യത്തിനോടാവട്ടോ. അപ്പൊ ഞാൻ കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഈച്ച പാറി നടന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, ചിലര് ഇതാവും. പക്ഷെ പിന്നെ ആ ഈച്ചയുടെ പുറകെ ആയിരിക്കും കുട്ടികള്, അവരുടെ ശ്രദ്ധ അതിലേക്കായിരിക്കും. അതായത് ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും ഡിസ്ട്രാക്ഷനോട് പെട്ടെന്ന് അതിക്ക് അറ്റൻഷൻ പോവും. സ്റ്റഡീസും അല്ലെങ്കിൽ അവരോട് പറയുന്ന കാര്യത്തിൽ അവര് അറ്റൻഷൻ. പിന്നെ കെയർലെസ് മിസ്റ്റേക്സ് അവരുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. ഈ ഇൻഅറ്റൻഷന്റെ പാർട്ടായിട്ട് LD-യിലൊക്കെ കാണുന്ന പോലെ എപ്പോഴും അവരുടെ തിങ്സ് അവർ മിസ്പ്ലേസ് ചെയ്യും. പെൻസില്, ഇറൈസറ്, ബുക്ക്, പെന്ന്, ബാഗ്, ബോക്സ്, ടിഫിന് ഇതൊക്കെ മറന്നു വെച്ച് വരിക, അല്ലെങ്കിൽ മാറിപ്പോവുക, വേറുള്ളവരുടെ എടുത്തു വരിക. ഇങ്ങനെ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് അവർ ചെയ്യും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരു ടീച്ചർ ഒരു കാര്യം ഒറ്റ സ്ട്രെച്ചിലേയും പറയാണ്. ഒരു ഇനറ്റൻറ്റീവ് ആയ കുട്ടീനോട് പറയാണ്, നീ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഇന്ന ടീച്ചറെ കണ്ടിട്ട് ആ ടീച്ചറോട് എടുത്ത് ടീച്ചറെ ബുക്ക് എവിടെയാന്ന് ചോദിച്ച് ആ ബുക്കിലെ കാണുന്ന ഒരു റെഡ് പേപ്പർ നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കരുതിക്കോ. ഈ റെഡ് പേപ്പർ ചിലപ്പോൾ മാത്രമേ കുട്ടീന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ടീച്ചറെ പേര് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. വലിയ ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റൂല. കുഞ്ഞു കുഞ്ഞു ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇനറ്റൻറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ടാസ്ക് കൊടുക്കാവുള്ളൂ. അതുപോലെ ഇതിൽ പറയുന്ന ഈ ലോസിങ്, വേണ്ട സാധനങ്ങളൊക്കെ മറന്നു പോവുക, അതുപോലെ ക്ലാസ് റൂം നോട്ട്സ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആവുക. LD-യിൽ ഇങ്ങനെ കുറച്ച് ഇനറ്റൻഷൻ കാണാറുണ്ട്. ആ ഇനറ്റൻഷൻ ഒക്കെ ഇതിലും കാണിക്കും കേട്ടോ. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ഫിസിക്കൽ മൂവ്മെന്റ് ആണ്. അതായത് ഇങ്ങനെ അതാണ് നിങ്ങൾ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ അല്ലെങ്കിൽ പുട്ടി പൊരിയ എന്ന് പറയില്ലേ, ഈ സാധനം ഉണ്ടാവും. എപ്പോഴും ഫിഡ്ജറ്റിംഗ് ആവും. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാല് സോറി ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ ADHD കുട്ടികളെ ശരിക്ക് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കും. അവിടെ ഇവിടെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും, കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റാൻഡിങ് മൂവ്മെന്റ് അവർക്ക് ഉണ്ടാവില്ല അല്ലെ. ഇങ്ങനെ ഇങ്ങനെ ചില ആളുകൾ ഫിഡ്ജറ്റിങ്ങിന്റെ കൂടെ എന്താ ചെയ്യാന്ന് ടാപ്പ് ചെയ്യും. കണ്ടിട്ടുണ്ടോന്നോ? എവിടെയെങ്കിലും ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കും. ഏത് പ്രതലത്തിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ ഡോറിന്റെ അവിടെ ആണെങ്കിൽ ഡോർ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും, ബെഞ്ചിലാണെങ്കിൽ ഇങ്ങനെ ബെഞ്ച് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. അവിടെ ഇവിടെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ അടുത്ത് ഞാൻ കഴിഞ്ഞ സൺഡേ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കൗൺസിലിംഗ് ഗ്രൂപ്പിൽ ഷെജിന എന്ന് പറഞ്ഞ ആളുണ്ട്, അറിയോ? ട്രിപ്പിന് വന്നവർക്ക് അറിയുന്നുണ്ടാവും. ഷെജിന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പൊ ഷെജിനയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ക്ലാസ് ഓൺലൈൻ വെബിനാർ എടുത്തിരുന്നു പാരന്റിങ്ങിലെ. ഇപ്പൊ ADHD പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞു, ഈ കൊട്ടുന്ന കുട്ടികളൊക്കെ നമ്മൾ ഡ്രം ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി, ചെണ്ട ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ മതി, നന്നായിരിക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കൂല, കാരണം അവരെ കൈ ഇങ്ങനെ ഇതാവും, അത് ഭയങ്കര എക്സലന്റ് ആയിരിക്കും. അതിലൊരു പാരന്റ് പറയണേ, ചെറുപ്പത്തിൽ ഇതുപോലെ ADHD എന്നൊന്നും അറിഞ്ഞിരുന്നില്ല, എവിടെ പോയാലും തട്ടും മുട്ടും കൊട്ടും ചെയ്തിട്ട്
ഒരു സാർ ആ കുട്ടി പാരന്റിനോട് പറഞ്ഞാത്രേ, നിങ്ങൾ ഈ കുട്ടീനെ വെറുതെ ഇങ്ങനത്തെ ഈ ഡ്രമ്മും പിന്നെ വേറെന്തോ മോഡേൺ ഐറ്റംസ് ഒക്കെ, അതിന്റെ പേര് എനിക്കറിയില്ല, കുറേ സംഭവങ്ങൾ ഇരുത്തിയിട്ട് ഇങ്ങനെ വെക്കുന്നില്ലേ, ഒരു പ്ലേറ്റ് പോലെ, അങ്ങനെയൊക്കെ എന്തോ ഒരു പേര് പറഞ്ഞേനെ, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തു. അപ്പൊ അടിപൊളിയായിട്ട് കുട്ടി അതിൽ ചെയ്യും അത്രേ. നന്നായിട്ട് കുട്ടി 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, പക്ഷെ പാർട്ട് ടൈം ആയിട്ട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമുക്ക് നിങ്ങൾക്ക് ശരിക്കും ഒരു ADHD കുട്ടീനെ നിങ്ങളെ ടാബ്ലറ്റിന്റെ അടുത്തിരുത്തിയാലൊക്കെ ഭ്രാന്ത് വരും കേട്ടോ. എനിക്ക് ADHD ആണെന്ന് അറിയുന്ന കുട്ടികൾ എന്റെ OP-യിലേക്ക് വരുമ്പോ ഞാൻ ആ പേപ്പർ വെയിറ്റ്, അതുപോലെ നമ്മുടെ മെയിൻ ഗ്ലാസ്, പോട്ട്, ഇതൊക്കെ ഞാൻ മാറ്റി വെക്കലുണ്ട്. കാരണം അവർ പൊട്ടിക്കും, അല്ലെങ്കിൽ ഇവർ എവിടെയും എവിടെയും തട്ടിക്കും. അപ്പൊ അതൊക്കെ OP-ന്ന് മാറ്റി വെക്കും. അങ്ങനെ വൃത്തികേടാക്കിയേ ഇവര് പോവുള്ളൂ. അപ്പൊ ഈ ടാപ്പിംഗ് ആൻഡ് ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇങ്ങനെ തട്ടുന്നതും ഇളക്കുന്നതൊക്കെ. അതുപോലെ ഇനബിലിറ്റി ടു റിമൈൻ സീറ്റഡ് വെൻ എക്സ്പെക്റ്റഡ്, ക്ലാസ് റൂമിലൊക്കെ കൃത്യമായിട്ട് ഇരിക്കാനുള്ള പ്രയാസം. ക്ലാസ് റൂമിൽ എന്നല്ല, എവിടെ പോയാലും സീറ്റ് ചെയ്യാൻ, കുറച്ചേരം ഇരിക്കാനുള്ള ഒരു പ്രയാസം അവർക്ക് ഉണ്ടാവും. റെസ്റ്റ്ലെസ് ആവും, അതായത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ സിംറ്റം ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ ഇനറ്റൻഷൻ പറഞ്ഞ ഒരു പാർട്ട് ADHD-യിൽ കാണുന്നത്, മറ്റൊരു പാർട്ട് ഹൈപ്പർ ആക്റ്റീവ്, മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇവരിൽ മെയിൻ ആയിട്ട് കാണുന്നത് ഇമ്പൾസീവ് ആണ്. അതായത് കോൺസിക്വൻസ് ഒന്നും നോക്കാതെ എടുത്തു ചാടുക. ഈ ഇമ്പൾസീവും കൂടെ ഉണ്ടാവുമ്പോഴാണ് മക്കൾക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നത്. പൊതുവെ നമ്മളൊരു നാടൻ വർത്താനുണ്ട്, കുട്ടികളെ പഠിച്ചോൻ കാക്കും, അല്ലെങ്കിൽ കുട്ടികളെ മാലാകമാര് കാക്കുന്നൊക്കെ, അല്ലെ? കാരണം അവർ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് സ്റ്റെപ്പ് ഇറങ്ങി ബാക്ക് അടിച്ചൊക്കെ വരുന്നവരുണ്ടാവും. പക്ഷെ ADHD കുട്ടികൾ ആ കാക്കൽ ഉണ്ടാവാറില്ല. കാരണം അവർക്ക് കോൺസിക്വൻസ് അറിയാതെ ചാടുക, ഉയരത്ത് കയറി ചാടുക, എന്താ പറയാ, ചുമരിൽ കൊത്തിപ്പിടിച്ച് കയറുക, പറക്കാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ ADHD കുട്ടികൾക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഹൈറ്റ് കയറി ചാടുക, പറക്കണം എന്നുള്ള ഒരു ഇത്, ഉയരൊക്കെ, കാരണം അതിന്നൊരു വീണ് അപകടം ഉണ്ടാവും എന്നുള്ളതിലൊന്നും അവര് ബോധേഡല്ല. ഇനി അപകടം ഉണ്ടായാൽ തന്നെ അവർക്ക് പ്രശ്നവുമില്ല, ഒക്കെ അവർ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ചാട്, ഓടുക, പിടിക്കുക, അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യാം. ഒരു കോൺസിക്വൻസും നോക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക്. ഒരു സാധനം എന്തെങ്കിലും തരാന്ന് പറഞ്ഞ ഒരു ക്യൂവിൽ ഇരിക്കുക, വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നവർക്ക് ചിന്തിക്കാനേ കഴിയൂല. അപ്പൊക്കെ അവിടെ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയിരിക്കും. ഈ 3 ഏരിയകളാണ് നമ്മൾ ADHD-യുടെ മെയിൻ പാർട്ട്. പ്രത്യേകം വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് ADHD ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ രണ്ടെണ്ണെങ്കിലും വേണമായിരുന്നു. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇനറ്റൻഷൻ, അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടിയത്, 3ഉം കൂടെ കൂടിയ കാര്യം. പക്ഷേ 2 സ്ഥലത്തെങ്കിലും മിനിമം ഈ കുട്ടി ഇത് കാണിച്ചിരിക്കണം. അതായത് ചില പാരന്റ്സ് വന്നിട്ട് നിങ്ങളോട് പറയും, വീട്ടില് ഭയങ്കര ഹൈപ്പറാണ്, പക്ഷെ പുറത്തിറങ്ങിയ സൈലന്റാ. ഇത് ADHD അല്ല കേട്ടോ. ഇത് ആ വീട്ടിലെ സിറ്റുവേഷൻ ആ കുട്ടിക്ക് വികൃതിയാട്ടാനും പൊട്ടിപ്പൊരിയാനും, അല്ലെങ്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ അവിടെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ബിഹേവിയർ ഓക്കെ അല്ലാത്തതുകൊണ്ട് ആ കുട്ടി ചെയ്യുന്നത്. ഇനി വേറെ രൂപത്തില് വീട്ടിൽ നല്ല ഒതുങ്ങിയിരിക്കും, പക്ഷെ പുറത്തിറക്കാൻ വയ്യ, പുറത്തിറങ്ങിയ ഹൈപ്പറാണ്. ഇതൊന്നും ADHD അല്ല കേട്ടോ. ഇതൊക്കെ ആ സിറ്റുവേഷനാ. ഒന്നിലധികം സ്ഥലങ്ങളിൽ ആ കുട്ടി ഒരുപോലെ ബിഹേവ് ചെയ്യണം. സ്കൂളിൽ ഇതേ ക്യാരക്ടർ തന്നെ, വീട്ടിലും ഇതേ ക്യാരക്ടർ തന്നെ, ചിലപ്പോൾ ഫംഗ്ഷന് പോയാൽ അവിടെ ഇതേ ക്യാരക്ടർ, എങ്കിൽ മാത്രമേ നമുക്കത് ADHD-യിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ ക്രൈറ്റീരിയ കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രമാണെങ്കിൽ അതിനെ ADHD എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഇതിപ്പോ പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയണ എന്താണോ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കുറെ ഗൂഗിള് ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടായോണ്ടേ പൊതുവെ കാണുന്നതാണ്, ഇത്തിരി പോസിറ്റീവായി വികൃതി കാണിച്ചിടുന്ന ADHD. കുറച്ച് വൃത്തി ഉണ്ടായ, എന്തിന്, ഹോട്ടലിൽ പോകുമ്പോ ചിലപ്പോ ഒന്ന് കൈ കഴുകണേന് OCD എന്ന് പറയും, അല്ലേ? ഒന്ന് ഇരിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കി എന്ന് കരുതി, അതായത് നോർമൽ വൃത്തിനെ OCD എന്ന് പറയും. ചെറുതായിട്ട് സങ്കടം ഉണ്ടായ ഡിപ്രഷൻ പറയും. ഇതൊക്കെ ഒരു വലിയൊരു അസുഖമായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പൊ ഇതൊന്നും അല്ല, നിന്റെ റിയൽ ഫേസ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഞാൻ ADHD-യുടെ ടൈപ്പ് പറയാം കേട്ടോ. ADHD-ക്ക് 3 ടൈപ്പ് ഉണ്ട്. അതായത് പ്രൊമിനന്റ്ലി ഇനറ്റന്റീവ് ടൈപ്പ് എന്ന് ആദ്യം പറയും. ഇനറ്റന്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാല് പൊതുവെ എവിഡൻസ് ബേസിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഇനറ്റന്റീവ് ടൈപ്പ് കാണുന്നത് കേട്ടോ. അതായത് പണ്ട് ADD എന്ന് അതിന് പറഞ്ഞിരുന്നത്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന്. ഇന്നിപ്പോ ആ ഡിസോർഡർ ഇല്ല, അത് ADHD-യുടെ ഒരു പാർട്ടാണ്. അതായത് ADHD-യിലെ ഒരു ടൈപ്പ് അറ്റൻഷൻ തീരെ ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഹൈപ്പർ ആക്റ്റീവ് ഒന്നും ഉണ്ടാവില്ല, ഇമ്പൾസീവ് ഉണ്ടാവില്ല,
ഇവരെ കുറിച്ച് പരാതിയും പൊതുവെ ഉണ്ടാവില്ല. കാരണം പഠിച്ചിട്ടില്ലെങ്കിലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ലാസ് റൂമിൽ ഒതുങ്ങിയിരുന്നോളും. പക്ഷെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല, കെയർലെസ് ആയിരിക്കും, പഠിക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും, അല്ലെങ്കിൽ ഈസിലി പുറത്തേക്ക് നോക്കുക, ഡിസ്ട്രാക്റ്റഡ് ആവുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരിക്കലും ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവില്ല ഈ മക്കൾക്ക് കേട്ടോ. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളിൽ കാണുന്ന ADHD ഈ ടൈപ്പാണ് എന്നാ പറയുന്നത്, ഇനറ്റന്റീവ് ടൈപ്പ്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് പ്രൊമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ്. അതായത് ഇതിൽ എന്തൊക്കെയാ ഉണ്ടാവും? ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവും, ഇമ്പൾസീവ് ഉണ്ടാവും. ഇതിന്റെ പാർട്ടായിട്ട് അറ്റൻഷനും കുറഞ്ഞിരിക്കും ചെറുതായിട്ട്. വലിയ ഇനറ്റന്റീവ് ഇഷ്യൂ ഉണ്ടാവില്ല, പക്ഷെ അവരുടെ എന്തുകൊണ്ട് ഇനറ്റൻഷൻ അവർക്ക് ഉണ്ടാവും എന്ന് വെച്ചാൽ അവരുടെ ഒതുക്കമില്ലായ്മ ഉണ്ട്. ഇരിക്കാൻ കഴിയൂല, കോൺസിക്വൻസ് നോക്കാതെ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് എനർജറ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂല. പക്ഷെ അറ്റൻഷൻ അല്ല അവിടെ മെയിൻ കുറവ്. അവരെ ഈ ഇമ്പൾസീവും ഹൈപ്പർ ആക്റ്റീവും കൊണ്ടാണ് അവർ പഠിത്തത്തിൽ ബാക്കിലാവുന്നത്. ഇനി ഇത് കൂടുതൽ കാണുന്നത് ആൺകുട്ടികളിൽ എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് കമ്പൈൻഡ് ടൈപ്പ്. നമ്മൾ ബഹുകേമായി എന്നറിയില്ലേ, രണ്ടും കൂടിയ ടൈപ്പ്. ഇനറ്റൻഷനും ഉണ്ടാവും അവർക്ക്, ഹൈപ്പർ ആക്റ്റീവും ഉണ്ടാവും, ഇമ്പൾസീവും ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നത് ഇങ്ങനത്തെ ആളുകളെ ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി ADHD പറയുമ്പോൾ തന്നെ ഇത് ടൈപ്പാണ് പറയുന്നത്. സിവിയറിറ്റി ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. സിവിയർ ADHD ഉള്ളവരുണ്ടാവും, അതായത് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഓടുക ചാടുക, ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. മൈൽഡ് ആയിട്ടുണ്ടാവരുണ്ടാവും, മോഡറേറ്റ് ആയിട്ട് കുഴപ്പമില്ലാത്ത രൂപത്തിലും ഉണ്ടാവും, ചെറുതായിട്ടൊക്കെ ഉള്ളൂ എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള രൂപത്തിൽ ഉണ്ടാവുന്നത്. അത് ടൈപ്പ് അല്ല, അത് സിവിയറിറ്റിയെ നോക്കുക. അവരുടെ സിംറ്റംസ് അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ചെക്കോ ടെസ്റ്റോ ഒന്നും കാര്യങ്ങളില്ല. എനിവേ 3 ടൈപ്പാണുള്ളത്: ഇനറ്റന്റീവ് ടൈപ്പ്, ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ്, കമ്പൈൻഡ് ടൈപ്പ്. ക്ലിയർ ആണോ? മാം ഇതിലേ ആ ഇന്നറ്റന്റീവ് പറഞ്ഞില്ലേ, ആ പിന്നെ ഹൈപ്പർ ആക്റ്റീവും പറഞ്ഞ്. ഉം ഓല് ഇന്നറ്റന്റീവ് ആവും, പക്ഷെ എന്തിനായിരിക്കും ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവും ഓല്? ഒന്നുകൂടെ എനിക്ക് ക്ലിയർ ആയി. അതായത് നമ്മളിപ്പോ ക്ലാസ് എടുക്കുകയാണ്, അപ്പൊ ആ സമയത്ത് ഇതിലിപ്പം ഇന്നറ്റന്റീവ് ആയ ഒരു കുട്ടി ഉണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആവെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവര് ഓൾറെഡി അറ്റൻറ്റീവ് അല്ലല്ലോ ക്ലാസ്സില്, ഉം. പക്ഷെ ഹൈപ്പർ ഒന്നുകൂടെ ആക്റ്റീവ് എനിക്ക് ആകുമല്ലേ? എന്തിലായിരിക്കും ആ ഹൈപ്പർ ആക്റ്റീവ് എന്ന് ചോദിച്ചാൽ? ഞാൻ പറഞ്ഞുതരാം. ഇനറ്റന്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇനറ്റന്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാല് അതിൽ ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവില്ല. അവർ ശ്രദ്ധക്കുറവ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ, അവർ ഒതുങ്ങിയിരിക്കും. ഫസ്റ്റത്തെ ടൈപ്പാണ്, ഒന്നുകൂടെ ക്ലിയർ ചെയ്തുതരാം. ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അവർ ഒതുങ്ങിയിരിക്കും, പക്ഷെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല, കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാവും, ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റൂല, ഈസിലി ഡിസ്ട്രാക്ട് ആവും, പക്ഷെ അവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ പ്രീ ഡൊമിനന്റലി ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് എന്ന് പറയുന്നവര് ഇവർക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയൂല. ഇവരാണ് ക്ലാസ് റൂമിൽ സീറ്റിൽ ഇരിക്കാൻ പറ്റാതിരിക്കുക. മറ്റൊരു കിളി പോയാലും എവിടെയെങ്കിലും ശ്രദ്ധിച്ചാലും ഫിസിക്കലി അവരവിടെ ഉണ്ടാവും. പക്ഷെ ഓക്കെ. ഈ രണ്ടാമത്തെ ടൈപ്പ് ഉള്ളവർക്ക് ഭയങ്കര എനർജി, ഹൈപ്പർ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ സീറ്റിൽ ഇരിക്കാൻ പറ്റൂല. ഇനിയിപ്പോ അവിടെയും ഇവിടെയും തട്ടി മുട്ടിയിരിക്കും. ഇനി അതിനൊന്നും പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള കുട്ടീനെ ഒന്ന് തോണ്ടും ഞോണ്ടും, പേന താഴ്ത്തിക്കിടും, പെൻസിൽ താഴ്ത്തിക്കിടും, എന്നിട്ട് ബെഞ്ചിന്റെ അടിയിൽ പോവും, ഇപ്പുറത്തെ കുട്ടികളെ നോക്കും, കാല് വലിക്കും, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇങ്ങനെ അവർ കാണിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കൂടെ തന്നെ ഇമ്പൾസീവ് ആയിരിക്കും, ഓടുക ചാടുക, അപകടം മുന്നിൽ നിർത്തുന്നു, അതൊന്നും കാണാതെ പൊട്ടിപ്പൊരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടിയ ടൈപ്പാണ്. ക്ലിയർ ആയോ? ശ്രദ്ധിക്കൂല, അതിന് പുറമെ ഹൈപ്പർ പൊതുവെ ആക്റ്റീവ് ആവും. ഈ ഹൈപ്പർ ആക്റ്റീവ് കാരണമാണ് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവിടെ. കാരണം അവർക്ക് ഇങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞിരിക്കല്ലേ, എവിടെ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റണേ. അവരാണ് ഈ മറ്റുള്ളവരും കൂടെ ബുദ്ധിമുട്ടിക്കുക. കാരണം അടുത്തുള്ളവർ ശ്രദ്ധിക്കുന്ന കണ്ടാൽ അവർക്കൊരു പ്രയാസമാണ്. അവർക്ക് ആരേലും വേണമല്ലോ അവരെ കൂട്ടിന്. അപ്പൊ അവരെ പിച്ചുക, അല്ലെങ്കിൽ അവരെ പെൻസിൽ എടുക്കുക, അവരെ ബുക്ക് വലിക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പൊതുവെ ഇടയ്ക്കൊന്ന് എണീറ്റിരിക്കും. ആ കുട്ടികളെല്ലാം എപ്പോഴും കാണുന്നതാണ്, സീറ്റിൽ നിന്ന് ഒന്ന് എണീറ്റിരിക്കും. പക്ഷെ ടീച്ചേഴ്സ് അവിടെ തന്നെ ഇരുത്തൂട്ടോ. അതാ ഞാൻ എപ്പോഴും ടീച്ചേഴ്സിൽ കാണുന്ന തെറ്റ്. ഇരിക്കേന്ന് പറയും, പക്ഷെ അവര് ആ ഇരുന്ന് ഒന്ന് എണീറ്റ് ഒന്ന് ഇത്തിരി സ്റ്റെപ്പ് വെച്ചാലേ അവർക്ക് തിരിച്ച് അറ്റൻഷൻ കിട്ടുള്ളൂ. അവർക്ക് തീരെ ശ്രദ്ധിക്കാൻ പറ്റൂല അവിടെ ഇരുത്തി കഴിഞ്ഞാൽ. എന്താ അവിടെ മനസ്സിലാക്കേണ്ടതെന്നോ? ഇപ്പൊ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ കൂടെ ഭയങ്കരമായ ഒരു എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ എനർജീനെ നമ്മളിങ്ങനെ ഒതുക്കിയിരുത്താൻ ശ്രമിച്ചാല് ആ എനർജി ഇങ്ങനെ നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുക ചെയ്യുക. അന്നേരം ഒന്ന് എണീക്കുക, ഒന്ന് ചാടുക, ഒന്ന് ഒരു സ്റ്റെപ്പ് റൗണ്ട് ഒക്കെ ചെയ്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ആ കുട്ടി അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ
ഒത്തിരി നേരം ആ എനർജീനെ ചാനലൈസ് ചെയ്തു. അപ്പൊ പിന്നെ ആ കുട്ടിക്ക് ഇരിക്കാൻ കഴിയും. ഉം. അല്ല ഇന്നൊരു ഞാനിപ്പോ ഉം മിഞ്ഞാന്നൊരു ക്ലാസ്സിന് പോയ സമയത്തേ ഇത് ഈ ഉം രണ്ട് കുട്ടികളിൽ ഇങ്ങനെ പ്രശ്നം കണ്ടേ. ഉം ഉം എന്ത് പറഞ്ഞാൽ കുട്ടീനെ കൈയടിക്കുക എന്ത് പറഞ്ഞാലും ചിലപ്പോ കൈയടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അവിടെ. ഇപ്പൊ ആ ഉദാഹരണം ചിലപ്പോ ഒരു കുട്ടി ഒരുത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ചെന്നൈ ക്ലാസ്സിന് പോയ സമയത്ത് മിഞ്ഞാന്നേ. ആ അപ്പൊ പരിചയപ്പെടുത്തിയ പോലെ പേര് പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ ഒരു കൈയടിച്ച്. ചിലപ്പോ എന്താ അങ്ങനെ ആ നിക്കണ എനർജി ഇങ്ങനെ കയ്യൊക്കെ അടിച്ചാലും പോവുണ്ടാവും. അങ്ങനെയൊക്കെ ആ ചെയ്യുന്നവരുണ്ടാവും. അടങ്ങിക്കൊണ്ട് പിന്നെ അടുത്ത കുട്ടി പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഇരിക്കൂല, ഓൻ അപ്പുറത്ത് പോയിരിക്കുക, പിന്നെ പുറത്ത് പോയിരിക്കുക, പിന്നെ വിളിച്ചു കൊടുന്നാലും ഒന്ന് ഇരിക്കും സീറ്റില്. ഉം ഉം. ഈ ഒരു അവസ്ഥ ഇടക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും ഇനറ്റീവ് അല്ല. ആ ഇപ്പൊ ചില മോന്റെ കാര്യങ്ങൾ ക്ലാസ്സിലൊക്കെ മോനെ ടീച്ചർ ഒന്നേൽ ഷഫിൾ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ ലീഡർ ആക്കുക. ഒന്നേ അവനെ ആ ലീഡർ ആക്കും. ഇനി ലീഡർ വേറെ ആവണ ദിവസം അവന് വേറൊരു പോസ്റ്റ് കൊടുക്കും. എന്തിനാ വെച്ചാല് ഓരോ അവറിലും പുറത്തേക്ക് ഇറക്കി വിടാൻ. എന്തേലും കാർഡ് കൊടുക്ക്, അവർക്ക് കുറെ ഫൈന് അങ്ങനെ കുറെ കാർഡുകൾ ഉണ്ട് എപ്പോഴും ഓഫീസുമായിട്ട് കണക്ട്. അപ്പൊ അതിന് ഓഫീസിലേക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇറങ്ങി വിടും. ആ ടീച്ചർ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞൊരു ടീച്ചറാണ്. അപ്പൊ എന്താ വെച്ചാൽ ആ ക്ലാസ്സിൽ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒന്ന് ഇടക്ക് പുറത്തൊക്കെ പോയി സ്ഥലമൊക്കെ കണ്ട് പതുക്കെ വരുമ്പോഴൊക്കെ അവര് കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടും. മറ്റേ ഇരിക്കുമ്പോ ഇങ്ങനെ പുറത്തിറങ്ങാനുള്ള ത്വര കൂടും. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥമല്ലേ ഒരു അരമണിക്കൂർ. ഇല്ല, 1/2 മണിക്കൂർ പോയിട്ട് 15 മിനിറ്റ് ആകുമ്പോ അവര് ഡിസ്ട്രാക്റ്റഡ് ആവും. ആ അപ്പൊ നീച്ചു പോകേണ്ടി വരും അല്ലേ. അപ്പൊ നമുക്ക് ഒന്നേ വെറുതെ നിർത്തിയിട്ട് എല്ലാവർക്കും കൂടെ ടാസ്ക് കൊടുക്കും. ഒന്ന് ക്ലാപ്പ് ചെയ്യാൻ പറയാ, ഇരിക്കാൻ പറയാ, അങ്ങനെയൊക്കെ ക്ലാസ് ഒരു ആക്റ്റീവ് ആക്കിയാൽ മതി. ഇതിപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ക്ലയന്റ് വന്നാല് നമ്മൾ മാത്രം ശ്രമിച്ചാ പോരല്ലേ, ടീച്ചേഴ്സും ഒരിക്കലും അല്ല. പാരന്റ്സും കൂടെ. ആദ്യം നമ്മള് LD ആയാലും ഹൈപ്പർ ആയാലും ADHD ആയാലും ഇങ്ങനെ IEP കൊടുക്കേണ്ട ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിനൊക്കെ ആ കുട്ടിയുടെ പാരന്റ്സിനെയും ക്ലാസ് ടീച്ചറെയും നമ്മൾ കണക്ട് ചെയ്യണം. അല്ലാതെ നമ്മളതുകൊണ്ട് ഒരു റിസൾട്ട് കിട്ടൂല. ഇപ്പൊ ഞങ്ങൾക്കൊരു ക്ലയന്റ് ഉണ്ട്, ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഉം അപ്പൊ ആള് ഇതേപോലെ ഇപ്പൊ ഈ മാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കും ഒരു ഒരു മോഡറേറ്റ് ലെവല് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉം അങ്ങനെ തോന്നുന്നത്. അപ്പൊ ആള് ഇതേപോലെ സ്കൂളിൽ ഇപ്പൊ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ലീഡർ ആക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ ക്ലാസ്സിൽ ഒരുവിധം കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ ആൾ ഉഷാറാണ്, എഴുതുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട്, വലിയ ഉം കുട്ടികളോട് കളിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ ശരിയാവാവുന്നതേ ഉള്ളൂ. പിന്നെ വീട്ടിലുള്ള സാഹചര്യങ്ങളും ഉം. നമ്മൾ മാത്രം ചെയ്താൽ പോരല്ലോ. അപ്പൊ ഉമ്മയും ഉപ്പയായാലും അതിനനുസരിച്ച് രീതിയിൽ ശ്രദ്ധിക്കണല്ലോ. അപ്പൊ അതെ അതെ. അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്. വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ADHD കുട്ടികളുടെ പാരന്റ്സിനോട് നമ്മൾ പറയേണ്ടത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളോ പാരന്റ്സിനോട് പറയേണ്ടത്, നിങ്ങൾക്ക് പുറത്തേക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിന് കുട്ടീനെ വിടാൻ പറ്റൂലെങ്കിൽ അകത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു റൂള് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മുടെ കിച്ചണിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലൊക്കെ ഉണ്ടാവുന്ന ഈ ബാസ്ക്കറ്റ് ഒരു സ്ഥലത്ത് ഹോളിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ബോൾ ഒരു 4-5 ബൗൺസ് ചെയ്തിട്ട് അതിലേക്ക് ഇടണം എന്ന് പറയാ. അതൊരു ടാസ്ക് ആണ് കുട്ടിക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതായത് 4 പ്രാവശ്യമെങ്കിലും നിലത്ത് ബൗൺസ് ചെയ്തിട്ടേ അതിലേക്ക് വിടുള്ളൂ. എത്രണ്ണം വിടും അങ്ങനെ ഗെയിം ആക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് കളിക്കാൻ സേഫ് ആയിട്ട് വിടാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ADHD കുട്ടികളെ അവരിലുള്ള എനർജി ഉണ്ടല്ലോ, അത് എങ്ങനെയും ചാനലൈസ് ചെയ്താലേ അവരെ നമുക്ക് പിടിക്കാൻ കിട്ടുള്ളൂ. ശക്തമായ എനർജി ഉള്ള ഒരു കുട്ടീനെ നമ്മൾ ഇരിക്കടാ പഠിക്കടാ നിക്കടാ എന്ന് പറഞ്ഞാൽ അവര് ചെയ്യൂല. ക- പല രീതിയിൽ നിങ്ങൾ കേൾക്കും ഇനി കൺസൾട്ടേഷനും പല ഭാവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ചാടി ചാടി പഠിക്കുന്ന കുട്ടികളുണ്ട്. അതായത് ഈ എനർജി ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോ ഒതുങ്ങിയിരുന്ന് ശ്രദ്ധിച്ചാൽ പഠിക്കാൻ പറ്റൂല, പക്ഷെ കുറച്ച് 4 ചാട്ടം ചാടി അവരെ തലയിൽ കയറും. തല കുത്തനെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ സോഫയിലും ചെയറിലൊക്കെ ഇങ്ങനെ വവ്വാല് ഇതാവൂലെ, അതുപോലെ തല ഇങ്ങോട്ട് താഴ്ത്തിക്കാക്കും എന്നിട്ട് വായിച്ച. അതായത് അവർക്ക് നോർമലി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അതിലേക്ക് ശ്രദ്ധ കിട്ടൂല, പക്ഷെ ഇങ്ങനെ ഇരുന്നാ കിട്ടും. പിന്നെ ഒന്ന് ഓടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി. ഇപ്പൊ ഇന്നാളൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോ പറഞ്ഞു നന്നായി കുട്ടി പഠിക്കും അത്രേ, പക്ഷെ ഒരു കയ്യിൽ എന്തെങ്കിലും കാർ ഓടിക്കുക എന്തെങ്കിലും കൈകൊണ്ട് ചെയ്യണം. പക്ഷെ ഞാൻ ആ പാരന്റിനോട് ചോദിച്ചപ്പോ ആ പാരന്റ് പറഞ്ഞു പഠിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കാം, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും കുട്ടിക്കില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പൊ നമ്മൾ അത് മാറ്റിവെച്ചേ നീ പഠിക്കാവൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ കുട്ടിക്ക് ശ്രദ്ധ കിട്ടൂല. അപ്പൊ നമ്മള് ഇതിനൊക്കെ പറയെന്താണോ, കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന വേല് പഠിക്കാൻ കുട്ടിക്ക് കഴിയുന്നുണ്ടാവില്ല, പക്ഷെ കുട്ടിക്ക് ഒരു വേ ഓഫ് ടീച്ചിങ് ഉണ്ടാവും.
വേ ഓഫ് ലേണിംഗ് മെത്തേഡ് ഉണ്ടാവും. ആ മെത്തേഡിൽ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ പറയുന്ന ഈ പഠിക്കണം എന്ന് പറയുന്നേക്കാൾ എന്ത് വേ ആണ് കുട്ടികൾക്ക് വേണ്ടത് ആ വേയിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അവര് പഠിക്കും. അത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ലേണിംഗ് സ്റ്റൈല് ഇൻവെന്ററി ചെയ്താൽ ആ മനസ്സിലാവും. LSI ചെയ്യാ. അപ്പൊ അവരുടെ ഒരു മോഡ് ഓഫ് മെത്തേഡ് നമുക്ക് അറിയാലോ. പിന്നെ അപ്പൊ അവരെ ഈ ഇഷ്ടങ്ങളൊന്ന് ചോദിക്കുക. ADHD ഉള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയോ? ADHDയുടെ കോമോർബിഡ് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയാം. ഓക്കെ. അതിന്റെ കോമോർബിഡ് കണ്ടീഷൻ ആയിട്ടാണ്. അവർക്കൊക്കെ പൊതുവെ ADHD കുട്ടികൾക്ക് കെനസ്തെറ്റിക് ലേണിംഗ് ആവും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. എക്സ്പീരിയൻസ് ചെയ്ത് ലേൺ ചെയ്യുക, കുറച്ച് ആക്ടിവിറ്റീസിലൂടെ ലേൺ ചെയ്യുക, കുറച്ച് പണികളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലേണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ പഠിക്കും. ഇപ്പൊ ആ മക്കളിപ്പോ ഇപ്പൊ കുറച്ചു നേരം ഇപ്പൊ നമ്മൾ ഈ കോൺസെൻട്രേഷൻ ഈ അറ്റൻഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് എന്താ നമ്മൾ ചെയ്യണ്ടേ? എന്തെങ്കിലും ഒരു ഫസ്റ്റ് ചെയ്യേണ്ട അവരുടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാന് നമ്മൾ പൊതുവെ നോർമൽ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബ്രെയിൻ, ഇപ്പൊ ഞാൻ റൈറ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്റെ ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ എന്റെ ഇപ്പുറത്തെ ബ്രെയിൻ ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ രണ്ട് ബ്രെയിനും ഒരേ സമയം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഈ ബ്രെയിൻ ജിം എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നത്. ബ്രെയിൻ ജിം അവരുടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ചെറിയ റൂള് വെച്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റോട് കൂടി, അതായത് ഒരു സാധനം റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ടാസ്ക്, അതിലൊക്കെ ഓരോ കണ്ടിന്യൂസ് അപ്രീസിയേഷനോ റീഇൻഫോഴ്സ്മെന്റോ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഇരുത്തുന്ന ടാസ്കുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ. ഇപ്പോ കുറച്ചു നേരം അവരെ കൊണ്ട് ഈ സ്ട്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സ്ട്രൂപ്പ് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ലല്ലോ സ്ട്രൂപ്പ്? ഇല്ല. നമ്മളെ ഈ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ കുറേ വേർഡ്സ്, അതായത് യെല്ലോ ഗ്രീന് റെഡ് ബ്ലാക്ക്, ഇങ്ങനെ കുറെ കളറുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ യെല്ലോ എഴുതിയിരിക്കുന്നത് ബ്ലൂ കളർ ആയിരിക്കും, കാണുന്നത് ബ്ലൂ ആയിരിക്കും, യെല്ലോ ആണ് ലെറ്റേഴ്സ്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ എന്താ ഉദ്ദേശിച്ചതെന്ന്? മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? അതായത് ഇപ്പോ യെല്ലോ ബ്ലൂ ഗ്രീന് ഈ മൂന്ന് കളർ എടുക്കുക. യെല്ലോ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, ബ്ലൂ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, ഗ്രീൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ യെല്ലോ എഴുതിയത് റെഡ് കളർ കൊണ്ടായിരിക്കും, ബ്ലൂ എഴുതിയത് യെല്ലോ കളർ കൊണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഞാൻ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് സ്ട്രൂപ്പ് ഇട്ടുതരാം. ഇതിനെ നമ്മള് സ്ട്രൂപ്പ് എന്ന് പറയും. ഇത് നമ്മളെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാല് എന്നിട്ട് അവരെ കൊണ്ട് സ്പീഡിൽ എഴുതിയത് വായിക്കാനല്ല, അതിന്റെ കളർ ഏതാ റീഡ് ചെയ്യിപ്പിക്കുക, ടാസ്ക് ആയിട്ട് കൊടുക്കുക. ആരാ ഏറ്റവും കൂടുതൽ ഇത്ര ടൈമിനുള്ളിൽ ഇത് റീഡ് ചെയ്യണം. അപ്പൊ അത് അത്രയും അവരതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിമുലേഷൻ കൂടുന്ന സമയത്ത് ഇത്തിരി അറ്റൻഷൻ കൂടി വരും സ്പീഡിലാക്കുമ്പോൾ. ഇതിനാണ് സ്ട്രൂപ്പ് എന്ന് പറയാം. അതിന്റെ ഒരു മോഡൽ ഇപ്പൊ പറഞ്ഞപ്പോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഞാൻ അയച്ചുതരാം. അതിന് സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ട്, കുറച്ചുകൂടെ കോംപ്ലക്സ് ഉണ്ട്. പിന്നെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കുഞ്ഞു ചെറിയ ബീഡ്സ്, ഇതിലൊക്കെ എന്താന്ന് വെച്ചാൽ അവർ ഇത്തിരി നേരം ഇരുത്തുക. പിന്നെ ഈ മക്കൾക്ക് നമ്മൾ പൊമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. ഇതാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നോർമലി ആരെങ്കിലും പൊമഡോറോ ടെക്നിക്ക് കേട്ടിട്ടുണ്ടോ? ടീച്ചിങ് മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞതാ. ഒരു നോർമൽ കുട്ടിക്കായാലും യൂസ് ചെയ്യേണ്ട പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് 20 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. കാരണം നമ്മുടെ മക്കൾ ഒറ്റ സ്ട്രെച്ചിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ ആദ്യത്തെ അരമണിക്കൂറേ അവർ നന്നായിട്ട് ലേൺ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ ഇടങ്ങാറായി വായിച്ച് അവർ ടയർഡ് ആവുക ചെയ്യുന്നത്. അന്നേരം 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനേ, അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കാനോ, ഒന്ന് ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് ഒന്ന് മാറി വരാനേ, പിന്നെയും വീണ്ടും അടുത്ത അരമണിക്കൂറിലേക്ക് 20 മിനിറ്റിൽ. ഇതാണ് നോർമൽ പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. പക്ഷെ ADHD കുട്ടികളെ പൊമഡോറോ ടെക്നിക്ക് നമ്മൾ ഒരു 15 മിനിറ്റ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് അറ്റൻഷൻ ആയിരിക്കും. അവരെ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ പഠിപ്പിക്കുന്നത് ഒരു 15 മിനിറ്റും പിന്നെ ഒന്ന് ബ്രേക്ക് ഒക്കെ കൊടുത്ത് എണീപ്പിച്ചിരുത്തിയിട്ട് പിന്നെ വന്നിട്ട് ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും ടാസ്ക്, കളറിങ് ആവാം, വേറെ എന്തെങ്കിലും. ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കളറിങ് തന്നെ മൈന്യൂട്ട് സംഭവങ്ങൾ കൊടുത്തിട്ട് പുറമേ ആക്കാതെ കളർ ചെയ്യാൻ പറയാം. അതിനൊക്കെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് സെറ്റ് ചെയ്യേണ്ട. അപ്രീസിയേഷൻ കൊടുക്കുക എന്നല്ലാതെ കുറെ റിവാർഡ് ഗിഫ്റ്റുകൾ കൊടുത്ത് ശീലിപ്പിക്കരുത്.
ഇങ്ങനെയുള്ള ഒരു ടാസ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് എണീപ്പിച്ചിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുക, പിന്നെയും 15 മിനിറ്റ്, അങ്ങനെ ഒരു 1 അവറെ അവരെ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനെയാണ് പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതും അവരെ അറ്റൻഷൻ കുറച്ച് നമ്മളെടുത്ത് പിടിച്ചിർത്താൻ നല്ലതാണ്. പിന്നെ ADHD ഉള്ള കുട്ടികൾ പഠിക്കുന്ന സമയത്ത് പാരന്റ്സിനോട് പറയേണ്ടത് കുറച്ച് വൃത്തിയുള്ള ഏരിയ ആയിരിക്കണം. അതായത് വേറെ സ്ഥലത്തേക്ക് അറ്റൻഷൻ പോകുന്ന കുറെ ബുക്ക്, കുറെ വേറെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങള്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അവർ പഠിക്കുക എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ബോറാണ്. നിങ്ങൾക്കും ബോറായിരിക്കും. ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ച് പഠിച്ച് കാണാതെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ള കാര്യം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോറായിരിക്കും. അപ്പൊ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ റൂമിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് അവർ പഠിക്കുന്ന ഏരിയയിൽ. നമ്മളിപ്പോ സ്റ്റഡി സെന്ററിലായാലും തെറാപ്പി സെന്ററിലായാലും വേറെ കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഡിസ്ട്രാക്ഷൻ പോകും. പഠിപ്പിക്കുമ്പോൾ അതും നമ്മളും എപ്പോഴും ഒരു അസിസ്റ്റൻസ് വേണം കേട്ടോ. ഒരാളില്ലാതെ അവരെ പഠിപ്പിക്കാൻ നിന്നാൽ അവർ പഠിക്കൂല. ഒരാളുണ്ടെങ്കിൽ അവർ പ്രൊക്കാസിനേഷൻ നടത്തൂല. മാറ്റി നിർത്താതെ തന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യും. ഇതൊക്കെയാണ് അവരെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ അവരെ എനർജി, ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളാണെങ്കിൽ അവരെ എനർജി ചാനലൈസ് ചെയ്താൽ തന്നെ അവർ അറ്റൻറ്റീവ് ആവും. ഈ എനർജിയുടെ ഭയങ്കര എന്താ പറയാ ഇവിടെയുള്ള ഓവർഫ്ലോ കാരണമാണ് അവർക്ക് ശ്രദ്ധ കിട്ടാതിരിക്കുന്നത്. അപ്പൊ അത് ചാനലൈസ് ചെയ്യാം. പിന്നെ എപ്പോഴും അവർക്ക് വലിയൊരു ടാസ്ക് കൊടുക്കുന്നതിന് പകരം വളരെ സിമ്പിൾ അച്ചീവബിൾ ആയ കുഞ്ഞു കുഞ്ഞു ടാസ്ക് പഠിക്കാൻ കൊടുക്കുക. ഒരു പാഠം പഠിക്കണം എന്നോ അല്ലെങ്കിൽ ഇത് ഇന്ന് പഠിക്കാന്നല്ല പറയണ്ടേ. ഈ 2 വരി അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അവർക്ക് തന്നെ തോന്നണം വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള കാര്യം ഇന്ന് നോക്കാനുള്ളൂ എന്നുള്ളത്. അങ്ങനെ സിമ്പിൾ ടാസ്ക് ബ്രേക്ക് ചെയ്ത് പഠിപ്പിച്ചാൽ അവർക്ക് പഠിക്കും. നെക്സ്റ്റ് പറഞ്ഞോട്ടേനെ. നിങ്ങളൊക്കെ എവിടെ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ കേക്കുണ്ട്. ഓക്കെ. ഇനി ഇതിന്റെ ഡയഗ്നോസിംഗ് ആണ് പറയുന്നത്. ക്ലിനിക്കൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പൊതുവെ ADHD നമ്മൾ മനസ്സിലാക്കുക സിംറ്റംസിലൂടെയാണ്. അതായത് നമ്മളെടുക്ക് പൊതുവെ പാരന്റ്സ് ആ വരിക. അപ്പൊ പാരന്റ്സ് കുട്ടിയുടെ പറയുന്ന സിംറ്റംസ് എന്തൊക്കെയാ നോക്കും. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി, ആ ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കും. ചിലതിലൊക്കെ ഡിലേ കാണാറുണ്ട്, ഡിലേ കാണാത്തവരും ADHD കാണിക്കാറുണ്ട് കേട്ടോ. സോറി. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻ അല്ല, അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് അസസ്മെന്റ് നടത്തും. ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഒക്കെ വെർബലിയാണ്. പാരന്റ്സിനോട് ചോദിക്കും എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ടീച്ചേഴ്സിന്റെ അഭിപ്രായത്തിൽ കുട്ടി എങ്ങനെയാണ്, അത് പ്രത്യേകം ചോദിക്കണം കേട്ടോ. സ്കൂളിൽ കുട്ടി എങ്ങനെയാണ്, കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ, വീട്ടിലെ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ. അപ്പൊ അവര് പറയുന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ, ഈ പറഞ്ഞ പോലെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ, വേറെ സ്ലീപ്പിൽ ഇഷ്യൂസ് ഉണ്ടോ, ഇനിയിപ്പോ പഠിക്കാൻ പറ്റാത്തതിൽ അല്ലെങ്കിൽ ഈ വികൃതി കാരണം മറ്റുള്ളവർ ഇങ്ങനെ നോട്ട് ചെയ്തത് കാരണമുള്ള ഡിപ്രഷനോ ആൻസൈറ്റിയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഈ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണോ, ADHDയുടെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ കിട്ടും. ADHD ചെക്ക് ലിസ്റ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇൻഅറ്റൻഷന്റെ കുറച്ച് സിംറ്റംസ്, ചെക്ക് ലിസ്റ്റ് കേട്ടോ, ADHD ചെക്ക് ലിസ്റ്റ്. ഇൻഅറ്റൻഷന്റെ കുറച്ച് സിംറ്റംസ്, ഇമ്പൾസീവിന്റെ, ഹൈപ്പർ ആക്റ്റീവിന്റെ, ഇതിന്റെ ഒക്കെ സിംറ്റംസ് ഉണ്ടാവും. ഈ സിംറ്റംസിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ പാരന്റ്സിന് കൊടുത്തിട്ട് എത്ര സിംറ്റം കുട്ടിക്കുണ്ട് നോക്കും. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടാണ് നമ്മൾ ഈ കുട്ടിക്ക് ഇത് അസുഖം ഉണ്ടോ ഇല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ല. ഈ മൾട്ടി സെറ്റിംഗ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ, അറ്റ്ലീസ്റ്റ് 2 സെറ്റിംഗ്സിലെങ്കിലും കുട്ടി ഇങ്ങനെ കാണിച്ചിരിക്കണം. വീട്ടിൽ മാത്രം ഒരു കുട്ടി ഹൈപ്പർ ആണെങ്കിൽ അത് ADHD അല്ല. കണ്ടോ, ഹോം, സ്കൂള്, വർക്ക്, അതായത് 2 സ്ഥലങ്ങളിലെങ്കിലും മിനിമം കുട്ടി ഒരേ ക്യാരക്ടർ കാണിച്ചിരിക്കണം. അത് 6 മന്തോളം ലാസ്റ്റ് ചെയ്യും വേണം. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂവിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അഗ്രസീവായി ഹൈപ്പറായി ഒരു 2 ആഴ്ച കണ്ടു എന്ന് എഴുതിയിട്ട് അത് ADHD എന്ന് പറയാൻ പറ്റൂല. ഏകദേശം പാസ്റ്റ് 6 മാസമായിട്ട് ഇത് തന്നെ കാണിക്കുന്നുണ്ട്, 2 സെറ്റിംഗ്സിൽ ഒരുപോലെ കാണിക്കുന്നുണ്ട് എങ്കിലേ അതിനെ ADHD എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഇതിന് എന്താ ട്രീറ്റ്മെന്റ് കൊടുക്കുക? ഞാൻ നേരത്തെ സിവിയറിറ്റി ഒക്കെ ചോദിച്ചു. ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കേഷൻ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. ഈ ഭയങ്കര ആക്റ്റീവ് ഉണ്ടല്ലോ, അതൊരിക്കലും ബ്രെയിനിനെ തളർത്തല്ല കേട്ടോ. ഈ ഹൈ എനർജി വരുന്ന ചില ഏരിയകളുണ്ട്, ആ ഏരിയ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കും.
അതാണ് മരുന്ന് ചെയ്യുന്നത്. അല്ലാതെ പല പാരന്റ്സിന്റെയും ധാരണ ഒതുക്കിയിരുത്തുക, മയക്കി കിടത്തുക, അങ്ങനെയൊക്കെ പല പാരന്റ്സിനോട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മരുന്ന് കുടിച്ചാൽ ഈ വികൃതിയാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിപ്പൊരിഞ്ഞ് നടക്കുന്ന കുട്ടികളൊക്കെ മയങ്ങൂലേ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അവരെ ആ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാനും കുറച്ച് ഫോക്കസ് കൂട്ടാനും വേണ്ടിയുള്ള മെഡിസിനാണ് സിവിയറിറ്റി ഉണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റ് കൊടുക്കാറ്. പിന്നെ ബിഹേവിയർ തെറാപ്പീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഷാന പറഞ്ഞ പോലെ തെറാപ്പിയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പാരന്റ് ട്രെയിനിങ് ആണ്. എങ്ങനെ ADHD കുട്ടീനെ നിങ്ങൾ മാനേജ് ചെയ്യണം എന്നുള്ളത്. വഴക്ക് പറഞ്ഞിട്ടോ ഷൗട്ട് ചെയ്തിട്ടോ ഒതുങ്ങിയിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. ഓരോ കുട്ടികളുടെ സിറ്റുവേഷൻ അപ്രോപ്രിയേറ്റ് ടാസ്ക് അവർക്ക് കൊടുക്കാൻ കഴിയണം. അത്യാവശ്യം പൈസ ഉള്ളവരും കുഴപ്പമില്ലാത്തവരും സാധ്യതകളുള്ളവരും ആണെങ്കിൽ അവർ കോച്ചിങ്ങിന് വിടട്ടെ. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള കോച്ചിങ്, കരാട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ എന്റെ മോനെയൊക്കെ വിട്ട പോലെ ബോക്സിങ് അല്ലെങ്കിൽ സ്വിമ്മിങ്, സൈക്ലിങ്, എന്ത് പഠിപ്പിച്ചാലും അവർ അതിൽ എക്സലന്റ് ആയിരിക്കും. കാരണം അവർക്ക് നല്ല എനർജി ഉണ്ട്. കുഴങ്ങൂല ഈ മക്കള്. ക്ഷീണം നിറഞ്ഞ ഒരിടത്ത് ഉണ്ടാവില്ല. ഒരിടത്തും കളിച്ചാൽ നമ്മൾ ക്ഷീണിക്കും. അപ്പൊ ഇതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനാ പഠിക്കേണ്ടത്. അതിനെങ്ങനെ എക്സലന്റ് ആക്കാന്നുള്ളത്. പക്ഷെ എല്ലാ ക്ലയൻസിനും എല്ലാ കുട്ടികൾക്കും ഈ ഫൈനാൻഷ്യൽ സെറ്റിങ്സോ കോച്ചിങ്ങിന് വിടാൻ പറ്റിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കളിക്കാൻ വിടാലോ, ഫിസിക്കലി കളിപ്പിക്കണം. അപ്പോഴും അവർ എനർജി ചാനലൈസ് ചെയ്യും. ഇതൊക്കെ പാരന്റ്സിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ എനർജി ചാനലൈസ് ചെയ്യണം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് CBTയുടെ ഭാഗമായിട്ട് എന്ന് പറയുന്നത് പൊതുവെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ADHD ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു UP ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ വരുന്ന ADHD കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒരു നോട്ടപ്പുള്ളികളായതുകൊണ്ട് അവർക്ക് ഒരുപാട് നെഗറ്റീവ് പാറ്റേൺസ് വന്ന് കാണും. ഞാൻ ശരിയല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളു, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂല, LD ഒക്കെ പറഞ്ഞ പോലെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം പൊക്ക ഇന്നേനെ. ചില കുട്ടികൾ വന്നിട്ട് പറയലുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്നെ വിളിക്കും. ഞാൻ പോലും ചില സമയത്ത് എന്റെ മോനെ കഥ പറയുമ്പോ നമ്മളോട് ഓടി വന്നിട്ട് ആദ്യം ക്രൂഷ്യൽ ഇവന്റ് കേട്ടോ പറയാ. ഈ മിനിയാന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ എറണാകുളത്തുനിന്ന് വന്ന പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറയണേ, ഇന്ന് വെച്ച് ക്ലാസ്സിലെ കുട്ടീന്റെ തല സീന് പൊട്ടി, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറൊക്കെ വന്ന് അവിടെ നിന്ന് തന്നെ തലയൊക്കെ കെട്ടിക്കൊണ്ടുപോയി. ആ ഒരു സാധനം പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ നിന്ന് ഓണ്ടോ എന്നുള്ള. കാരണം ഓന് തട്ടിയ, ഓൻ അറിയാതെ തൊട്ടാ ചിലപ്പോ സ്പീഡിൽ വീഴും. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ പൊതുവെ നല്ല വികൃതികളും ഹൈപ്പറായ കുട്ടികളുടെ പാരന്റ്സ് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഉണ്ടോ എന്നുള്ളതാണ്. എന്നോട് പല കുട്ടികളും പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ഞാൻ നോട്ടപ്പുള്ളിയാണ്. അത് സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ്. പക്ഷെ ആദ്യമായിട്ട് നമുക്ക് അത് വരുമെങ്കിലും ഒന്ന് ക്ഷമിച്ച് കേട്ട് ലാബിൽ ചെയ്യാതിരിക്കുക. അത് പാരന്റ്സിന് നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കണം. നീ പറയുന്ന മാതിരി ഇത് സിമ്പിൾ ടാസ്ക് ഒന്നും അല്ല കേട്ടോ. അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ പ്രയാസം അറിയുള്ളൂ. അങ്ങനെ തീരുമാനം എടുക്കാനൊന്നും ഒരു പാരന്റിന് പെട്ടെന്ന് സാധിക്കൊന്നുമില്ല. പക്ഷെ ആ ലെവലിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാലേ ഇവരെ നെഗറ്റീവ് പാറ്റേൺ കുറയ്ക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതുപോലെ സ്കിൽ ട്രെയിനിങ് ആണ് പറയുന്നത്. അതായത് അവരെ പഠിക്കുന്നതിൽ എന്തൊക്കെയാണ് അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ചെറിയ ഗോളെങ്കിലും സെറ്റ് ചെയ്ത് ഡെയിലി എന്ത് ചെയ്യണം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുക, ഇന്ന ചാപ്റ്റർ പഠിക്കുക, ഇന്ന പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് ടാസ്ക് ആണ്. സോ അവരത് ചിന്തിക്കുക പോലുമില്ല. പക്ഷെ പാരന്റ് ആയാലും റെമഡിയൽ ടീച്ചർ ആയാലും ടീച്ചേഴ്സ് ആയാലും ചിന്തിക്കേണ്ടത് അവർക്ക് ചെയ്യേണ്ട കാര്യത്തിനെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ടാസ്ക് ആക്കിയിട്ട് ആ ചെറിയ സംഭവം കുട്ടിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുക. ഇത് ചെയ്താൽ മതി. അപ്പൊ അവർക്ക് അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മോട്ടിവേഷൻ ആവും, എന്നെ കൊണ്ട് ഇത് പറ്റുന്നുണ്ട്. ആ ഒരു സിമ്പിൾ ടോപ്പിക്കിനെ തന്നെ ബ്രേക്ക് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കായിട്ട് മാത്രം അവരെ പഠിപ്പിക്കുക. അതിനുള്ള പ്രയോറിറ്റൈസിങ് സ്കിൽസ് അവരെ പഠിപ്പിക്കുക. പ്രയോറിറ്റൈസിങ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം അല്ല കേട്ടോ. ഈ ഒരു സാധനം പഠിക്കണമെങ്കിൽ ആദ്യം ഈ ഏരിയ ഈ ഒരു ചെറിയ ടോപ്പിക്ക് മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാം. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ പോയി ഈ ടോപ്പിക്ക് പഠിക്കും. അങ്ങനെ അവരെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ടാസ്കുകളാണ്. പൊതുവെ തെറാപ്പി ഫോംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുകളുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ തെറാപ്പി എന്ന് പറയും. ഒന്നുമില്ല, പാരന്റും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കോച്ചിങ്ങിലൂടെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അത് സ്ട്രെങ്തൻ ചെയ്യുക. നല്ലൊരു ബന്ധം പാരന്റും കുട്ടി ഉണ്ടാക്കിയെടുക്കുക. അതായത് ഈ കുട്ടികളോട് സ്പെസിഫിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എല്ലാരെയും പോലെ കാണാതെ ഇവന് കുറച്ചുകൂടെ അല്ലെങ്കിൽ ഇവളെ കുറച്ചും കൂടെ എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലേ ചോദിക്കുന്നവരുണ്ടോ അറിയില്ല എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ വൈ തിരയുന്ന ആളുകളുണ്ട്. എന്താണ് അതിന്റെ ബാക്കിൽ, എന്താ ഉണ്ടായത്, അങ്ങനെ
അങ്ങനെ ഈ വഴി തിരയുന്നതിന് പകരം ഇങ്ങനെയുള്ള കുട്ടികളോട്, അതായത് WHY ആണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാ അപ്പൊ അത് ഉണ്ടായതെന്ന് ചോദിക്കുന്നതിന് വരെ എന്താ കുട്ടിക്ക് സംഭവിച്ചത്, എന്താ അവിടെ ഉണ്ടായത്, ആ കുട്ടിയോട് ചോദിക്കുന്ന, കുട്ടിയെ കൺസിഡർ ചെയ്ത് ചോദിക്കാം ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ. അടി ഉണ്ടായിക്കോട്ടെ, എന്തെങ്കിലും പൊട്ടിച്ചോട്ടെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്കൊരു ആ ഒരു എന്താ പറയാ പാരന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടും. അതായത് എന്ത് അബദ്ധം പറ്റിപ്പോയാലും ആ കുട്ടി ആ പാരന്റിനോട് വന്ന് പറയും. പേടിയില്ല, ഷൗട്ട് ചെയ്യുന്നുള്ള പേടിയില്ല, ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ള പേടിയില്ല. ഇതൊക്കെയാണ് ഈ PCIT എന്ന് പറയുന്നത്. ADHDക്ക് മാത്രമല്ല കേട്ടോ, പാരന്റിങ് മോശമാവുന്ന അല്ലെങ്കിൽ കൃത്യമായി കുട്ടികളെ ശ്രദ്ധിക്കാത്തതിനൊക്കെ നമ്മൾ കൗൺസിലിംഗിൽ PCIT കൊടുക്കാറുണ്ട്. അതായത് കുട്ടിയും പാരന്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പോസിറ്റീവ് പാരന്റിങ് പ്രോഗ്രാം ആണ്. PPP എന്നുള്ളത് ഗാമ തന്നപ്പോ തെറ്റിയതാണ്, ഞാൻ എയിൽ ഉണ്ടാക്കിയത്, അതിന്റെ തെറ്റാണ്. നിങ്ങൾ അതുപോലെ നോക്കണ്ട. അതായത് ADHDയിൽ പാരന്റിങ്ങിൽ എപ്പോഴും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കരുത്. നന്നായിട്ട് അവരെ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. അതായത് പൊതുവെ നമ്മളൊരു സാധനം ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്താന്നാ നോക്കുക. അതിന്റെ റിസൾട്ട് കിട്ടിയോ, അല്ലെങ്കിൽ ആ ചെയ്തതിന് ഒരു കംപ്ലീഷൻ ഉണ്ടായോ. ADHD കുട്ടികളെയും LD കുട്ടികളെയും സംബന്ധിച്ച് എഫേർട്ടിന് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കാം. കുട്ടി അത് ചെയ്യാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടെങ്കിലും ഉണ്ടായോ, അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. റിസൾട്ട് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളത് നോക്കണ്ട. അതാണ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കൃത്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് റുട്ടീന് കുട്ടിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. റുട്ടീൻ എന്ന് പറഞ്ഞാൽ അവരുടെ ശീലങ്ങളൊക്കെ ഒന്ന് കൺസിസ്റ്റന്റ് ആവാൻ ഏറ്റവും കൂടുതൽ പാരന്റ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ CBT എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസിനെ, അത് കുറച്ചുകൂടെ റെമഡിയൽ ട്രെയിനേഴ്സ് ആയ നിങ്ങളുടെ പാർട്ടല്ല, കൗൺസിലേഴ്സ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അവരുടെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷമങ്ങളോ ഇമോഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പോസിറ്റീവ് പാറ്റേൺ ആയിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആട്ടോ. പൊമഡോറോ ടെക്നിക്ക്, കോമ്പാക്ട് ടൈം എന്ന് പറയുന്നത് കുറച്ച് ടൈം അവർക്ക് എന്ത് കാര്യങ്ങൾ ഇതാക്കുമ്പോൾ ഒരു ടൈം സ്കെഡ്യൂൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇന്ന ടൈമിനുള്ളിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ വളരെ കുറഞ്ഞ ടൈം വെച്ച് കൊടുക്കാം. അതുപോലെ ഡീക്ലട്ടർ എന്ന് പറഞ്ഞാല് അവരിയ്ക്കുന്ന സ്ഥലങ്ങളും അവർ പഠിക്കുന്ന എൻവിറോൺമെന്റും ഒക്കെ എപ്പോഴും നീറ്റ് ആയിരിക്കാൻ നോക്കുക. ബോഡി ഡബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ അസോസിയേറ്റ് ചെയ്യുക കുട്ടീനെ. കുട്ടീനോട് പഠിക്കാൻ പറഞ്ഞാൽ കുട്ടി പഠിക്കൂല, കുട്ടീനോട് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടി ചെയ്യൂല, പക്ഷെ ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കൂടെ ഇരിക്കാം. ടു ഡു ലിസ്റ്റ് ഒക്കെ ഈ മക്കൾക്ക് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് കോപ്പിംഗ് മെക്കാനിസം ഫോർ ത്രൈവിംഗ് വിത്ത് ADHD. അതായത് എസ്റ്റാബ്ലിഷ്, നേരത്തെ പറഞ്ഞ പോലെ റുട്ടീൻസ് അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കുക. ഈ റുട്ടീൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ADHD എന്നല്ല, നോർമൽ കുട്ടികളായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ഹാബിറ്റ് ഒക്കെ അവരിൽ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കും. എവിടെങ്കിലും അതിന്റെ പേരിലെങ്കിലും ആ മക്കൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഇവിടെയൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഏത് ഡേ ആയാലും ഇപ്പോ അത് നമ്മൾ ഫാമിലി പ്ലാനിങ് പോലെ ചെയ്യണം, എന്നാലേ അവര് വരുള്ളൂ. അല്ലാതെ അവർക്ക് വേണ്ടി കരുതി അവര് വരില്ല. ഇപ്പൊ ഇവിടെ 2 മക്കളും ഞാനും കറക്റ്റ് 6 to 7:30 വരെ വർക്ക്ഔട്ട് ചെയ്യും. അതെന്താന്ന് വെച്ചാൽ ആ ഒരു രാവിലെ ആ എനർജി ഭയങ്കരമായിട്ട് കുറച്ച് ചാടി കളിച്ച് എയറോബിക്സോ സൂംബേ. പക്ഷെ കുഞ്ഞു മക്കളെ ഇപ്പൊ 10 വയസ്സായ എന്റെ മോനെയൊന്നും വല്ലാതെ സ്ട്രെങ്തനിങ് വർക്കൗട്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റൂല. ചെറുതായിട്ടുള്ളതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സ്ട്രെച്ചിങ്, ചെറുതായിട്ടൊന്ന് സൂംബ പോലുള്ള ചെയ്യുക. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എനർജിയും കുറച്ച് ശ്രദ്ധ അവർക്ക് കൂടും. നമ്മൾ ഈ പഠിക്കുന്ന പോലെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ അവിടെ ഉണ്ടാവുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കാമായിട്ട് ഇരിക്കാൻ പറ്റും. അത് റുട്ടീന്റെ പാർട്ടാക്കാൻ പാരന്റ്സിന് സാധിക്കുകയാണെങ്കിൽ അത് കുട്ടികളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും. പിന്നെ ഈ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്, കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ADHD ഉള്ള കുട്ടികൾക്ക് നമുക്ക് റിലാക്സേഷൻ തെറാപ്പി പഠിപ്പിച്ചു കൊടുക്കാം. തെറാപ്പി വലിയ ഡീപ്പിലേക്കൊന്നും പോണ്ട. അതായത് അവർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് ഔട്ട് ചെയ്യാന്, അല്ലെങ്കിൽ ഒന്ന് ആങ്കർ ചെയ്യാന്, കയ്യിലേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ബ്രീത്ത് എടുക്കുക, ഒന്നിങ്ങനെ ചെയ്യുക. ഇങ്ങനൊരു 3 times ഒക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ഇങ്ങനെ മൈൻഡ്ഫുൾ ആവാൻ പറ്റുന്നുണ്ടോ, അതിന് ഡിസ്ട്രാക്ട് ആവാൻ പറ്റുന്നുണ്ടോ, എപ്പോഴും പറ്റുന്നുണ്ടോ എന്നല്ല, ഇങ്ങനെ ചെയ്താൽ നിനക്ക് പറ്റും, അങ്ങനെ ഒരു സജഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും അവർക്ക് കൊടുക്കുക. പിന്നെ കണക്ട് വിത്ത് അതേഴ്സ്, ADHD ചാലഞ്ചസ് ത്രൂ ലോക്കൽ ഗ്രൂപ്പ്സ്.
എന്താ പറയുക, പൊതുവെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ക്യാമ്പയിനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാരെയും, പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ അവെയർ ആക്കി കൊടുക്കണം. എന്താ ADHD? ശ്രദ്ധക്കുറവല്ല, വികൃതിയല്ല, പോക്കിരിത്തരല്ല. പലരും അങ്ങനെയൊക്കെ പറയാറ്. തെന്നിപ്പ്. ഇന്ന് ഞാനൊരു ക്ലാസ്സിൽ പോയപ്പോ അവരതാ പറഞ്ഞു, ഒതുങ്ങിയിരിക്കാത്ത കുട്ടികളെ ടീച്ചേഴ്സ് എന്താ വിളിക്കുക ചോദിച്ചപ്പോ തെന്നിപ്പാണ് എന്ന് പറയുന്നു, കോട്ടയ്ക്ക ഭാഗത്ത്. അപ്പോ ഇതൊന്നും അല്ല ADHD എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോ നമുക്ക് അസ് ADHD അല്ലെങ്കിൽ റെമഡിയൽ ട്രെയിനർ നിങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ട ബിഹേവിയർ തെറാപ്പിയാണ് ഇതിന്റെ ഒക്കെ പാർട്ടായിട്ട്. അതായത് എന്തൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അതിൽ വളരെ സിമ്പിൾ ഒരു സാധനം എടുക്കുക, ആ സാധനത്തിനെ ചേഞ്ച് ചെയ്യാൻ കുട്ടിക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, കുട്ടിക്ക് എന്തൊക്കെ ടോക്കൺ എക്കണോമി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ടോക്കൺ വെച്ച് ഇങ്ങനെ അപ്രീസിയേഷൻ കൊടുത്തിട്ട് കുറെ കഴിയുമ്പോൾ അത് എന്തെങ്കിലും വാല്യൂ ഉള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അവർക്ക് ബിഹേവിയറിനെ മാറ്റുക. അതിന്റെ കൂടെ തന്നെ അവർക്ക് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും കെനസ്തെറ്റിക് വരച്ചിട്ടും എഴുതിയിട്ടും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അവരെ ആക്ടിവിറ്റി ബേസിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഈ മക്കളെ നമുക്ക് ബിഹേവിയറിലൂടെ കുറച്ച് മാനേജ് ചെയ്യാൻ കഴിയും. അവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ, അതായത് എന്നെ കൊണ്ടും പറ്റും എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലി ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അതിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ എന്തായാലും അവരതിൽ എക്സൽ ആവും. കാരണം അവരുടെ എനർജി അടിപൊളിയായിരിക്കും. ആ എനർജി മെയിൻലി സ്പോർട്സ്. ഇപ്പൊ ഒരു ADHD കുട്ടീനെ കൊണ്ട് ചെസ് പഠിപ്പിക്കുന്നത് അത്ര പോസിബിൾ അല്ല, ക്ഷമയോടുകൂടിയാണ് നോക്കുന്നത്. പക്ഷെ ADHD കുട്ടീനെ എന്തെങ്കിലും ഓടാനോ ചാടാനോ നീന്താനൊക്കെ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ കുട്ടിക്ക് കഴിയും, അതിൽ റിസൾട്ട് വരും. അപ്പൊ ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൂടും, സ്കില്ലുണ്ട് എന്നുള്ളൊരു ഇതുണ്ടാവും. അതിന്റെ പാരലായിട്ട് കുട്ടി ചെറുതായിട്ടെങ്കിലും പഠിക്കാനും തുടങ്ങും. മറ്റേ കോൺഫിഡൻസ് ഇല്ലാതായി പോയി, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു പോയ പിന്നെ നമുക്ക് ഒന്നിനും കഴിയൂല ഈ മക്കളെ കൊണ്ട്. അവരെന്നെ മുദ്ര കുത്തിയിട്ടുണ്ടാവും, എന്നെ കൊണ്ട് കഴിയൂല, ഞാൻ മോശമാണ്, ഞാൻ വികൃതിയാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്? ഡൗട്ട് ഉണ്ടോ? ഞാനേ ഒരു കാര്യം ചെയ്യാം, ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബുക്ക് പഠിച്ചാൽ മതി കേട്ടോ. ബുക്കിലാണ് കുറച്ചുകൂടെ സിമ്പിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ADHD കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ന മാമിന്റെ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങുകയാണോ അതോ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിരുന്നോ? ടീച്ചിങ് എയ്ഡ്, ഫ്ലാഷ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഇല്ലേ? പണിയെടുക്കാൻ വയ്യ അല്ലെ? സ്റ്റേഷനറി കട ഇതൊക്കെ കിട്ടും. എന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ആക്ടിവിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ രസമായിരിക്കും. നോമ്പിന് ഓഫ്ലൈൻ വെച്ചാൽ വരാൻ കഴിയോ? ഉച്ചവരെയൊക്കെ ഒരു 2 മണി നമുക്കൊരു വരെയൊക്കെ ദിവസേ വെച്ചാൽ. ആ നമുക്ക് ഒരു വർക്ക്ഷോപ്പ് വെക്കുക, അങ്ങനെ ഈ ടീച്ചിങ് എയ്ഡ് അങ്ങനെയാ നിർമ്മാണത്തിന്റെ. നമ്മൾ കുട്ടികളെ കൊടുക്കാറ്. കാരണം നിങ്ങളോട് A4ഉം കളറും എല്ലാം കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഗ്രൂപ്പായിട്ട് ഇരുന്ന് കുറച്ച് ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടാക്കാൻ പറയും. അതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഒറ്റക്ക് നമ്മളെ മടി വരുന്നത്. ഈ നോമ്പിന് വെച്ചോട്ടെ, ഒരു 2 മണി വരെ, 10 to 2 വരെ ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ്. എന്തൊക്കെയാ കൊണ്ടുവരേണ്ടത് ലിസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ? കൊടുത്താൽ മതി. ഷഹാന, ഫൈറൂസ്, മനാല്, ഞാനൊക്കെയല്ല, ഫർസാന. ഞാനിവിടെ ഏത് ദിവസം വെക്കാന്നുള്ളതൊന്ന് പറഞ്ഞാല്. സൺഡേ ആയിക്കോട്ടെ, നിങ്ങൾ വർക്കിംഗ് അല്ലേ നോമ്പായാലും. മക്കളെ ഞാൻ കൊണ്ട് നോക്കട്ടെ. അതാണ് നോമ്പ് ഒരു അതിന്റെ 24th വരെ മോനിക്ക് എക്സാം ആണ്. അവന്റെ എക്സാം കഴിയാതെ എനിക്ക് വരാൻ പറ്റില്ല. അവനെ കൊണ്ട് എന്റെ എനിക്ക് മനാലെ, വരാൻ. മോനല്ലേ എക്സാം എഴുതുന്നത്? അതല്ല, ഞാൻ മനാലല്ലല്ലോ. ഇവിടുന്ന് 4:30 4:15 ഇറങ്ങി തിരിച്ച് ഞാനിവിടെ വരുമ്പോഴേക്കും അത്രയും ടൈം പിടിക്കും. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും വേണം യാത്ര. അപ്പോ ഞാൻ അന്ന് ഫെബ്രുവരി വന്നത് ട്വന്റി ഇവിടെ ഫോർത്ത് നിന്ന് 4 മണിക്ക് ഇറങ്ങിയത്. ഓ ഫെബ്രുവരി 24th ആണോ പറയുന്നത്? യെസ്. അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ചിലാണ് എക്സാം വരുന്നത്. 24th വരെ മോഡലാണ്. ഞാൻ നോക്കാം, ഏതെങ്കിലും മനാലിന് കഴിയൂലെങ്കിൽ ഇവര് ചെയ്തത് കാണിച്ചു തരുമോ, അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക. ഞാൻ ഏതെങ്കിലും ഒരു സൺഡേ, എത്രയും പെട്ടെന്നുള്ള ഒരു സൺഡേ ആക്കുക. കാരണം നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഒരു ആഘോഷമാണ്. രണ്ടാമത്തെ 10 കിടന്നാൽ നോമ്പ് തുറയായിരിക്കും. ശരിയാ. അപ്പൊ അത് എന്നാ പലപ്പോഴും ഫസ്റ്റ് ഞായറാഴ്ച അല്ലെങ്കിൽ പിറ്റത്തെ ഞായറാഴ്ച ആക്കിയാൽ മതി.
അതെ അതെ, നമുക്ക് ചെയ്യാം. എന്തൊക്കെ സാധനങ്ങൾ ഞായറാഴ്ച കൊണ്ടുവരണം തന്നെ ഞാൻ പറയാം. വേണമെന്നില്ല കേട്ടോ, എല്ലാവർക്കും പറ്റും. പ്രശ്നമുണ്ടെങ്കിലേ ഞായറാഴ്ച തന്നെ ആണെന്നില്ല അറിയാം, വേറെ ആർക്കും നിങ്ങൾ പ്രശ്നമില്ലെങ്കിൽ. ഡിസ്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാനും തൗഫീഖും മാത്രം ക്ലാസ് എടുക്കേണ്ടി വരും. ഇടദിവസം ആവുമ്പോ ഒരു കുറച്ച് നല്ലതായിരിക്കും, മക്കളെ സ്കൂളിലാക്കി വരാലോ, അല്ലെങ്കിൽ മക്കളെ ഏറ്റി അതാ വരണ്ടേ. അതാ പറഞ്ഞത്. ആ എന്നാ നിങ്ങള് ഇപ്പൊ ഈ ക്ലാസ്സിൽ കൂടിയവരൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത ഒരു ഡേ പറഞ്ഞോളൂ, അടുത്ത വീക്കിലേക്ക്, അതായത് ഈ സൺഡേ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേ കേട്ടോ. നമുക്ക് നിങ്ങൾ പറയുന്ന പോലെ ഒരു ദിവസം വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വർക്കും ചെയ്യാം. പിന്നെ ഒരു ഓഫ്ലൈനും കൂടെ വെക്കേണ്ട IEP ആണ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. നിങ്ങൾ സ്കൂളിൽ നിന്ന് പോരുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വേറെ കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ക്ലാസ് എടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഈ PPT ഷെയർ ചെയ്തുതരാം. ഇനിയിപ്പോ പണികൾക്കൊക്കെ തിരിച്ചു പോയിക്കോളൂ, നമുക്ക് നോമ്പല്ലേ, ഒരുങ്ങണ്ടേ. മറ്റന്നാ പറഞ്ഞ തേങ്ങ. മറ്റന്നാളേനെ അറിയാം. ഞാനേ തിരുവനന്തപുരം പോയി വന്നിട്ട് എറണാകുളം പോയി വന്ന ദിവസം സെഷൻ. ഇന്ന് രാത്രി എന്റെ വീട്ടിലെ ആളുകൾ ക്ലീൻ ചെയ്യണേ. ഉമ്മയ്ക്കും മാമൂല് എന്തായാലും ഒഴിവാക്കാൻ പറ്റൂല, ഇക്കുളില്ല. നനച്ചുള്ളി എന്നുള്ളത്. അതാണ് എന്നെ ഇവിടെ ഔട്ടാക്കിക്കണത് പുറത്ത്. ഇപ്പഴാ രാത്രി രണ്ടാൾക്കാരെ ഒന്ന് ക്ലീൻ ചെയ്യണേ. ആ ഉം. അപ്പൊ അപ്പൊ ശരി, ഓക്കെ. ഓക്കെ.